നമുക്ക് ഗുഡ് ഈവനിങ്. നമുക്ക് തുടങ്ങിയാലോ? ഹലോ, തുടങ്ങാം സർ. Good evening, sir. അപ്പം ഗുഡ് ഈവനിങ്. Yesterday we have discussed something and I asked you to go to the literature. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ സംശയങ്ങൾ നിങ്ങൾക്ക് ആ സമയത്ത് വായിക്കുന്ന സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് മെയിൽ ഐ ഡി തന്നിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ അയച്ചിട്ടുണ്ടാവും എന്നുള്ള ധാരണയിൽ ഞാൻ മെയിൽ ചെക്ക് ചെയ്ത് നോക്കി. പക്ഷെ മെയിലകത്തൊന്നുമില്ല, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അതല്ലാതെ ഇനിയിപ്പോൾ ഇന്നേക്ക് ചോദിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും സംഗതികൾ റെഡിയാക്കി രൂപപ്പെടുത്തി വന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ടൈം ഫോർ ദ ഡിസ്കഷൻ. സുജി പറഞ്ഞു. സർ, 4 essential characteristics of experimental research എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. കൺട്രോൾ, മാനിപ്പുലേഷൻ, ഒബ്സർവേഷൻ ആൻഡ് റെപ്ലിക്കേഷൻ. അതിനൊന്ന് ഡിഫൈൻ ചെയ്യും. ഓക്കെ, പിന്നെ എന്തായാലും നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് എക്സ്പെരിമെൻ്റൽ റിസർച്ച് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോകാൻ പോകും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെപ്പോഴും നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഡിസ്കഷനിലൊക്കെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അതായത് വേരിയബിൾ. വാട്ട് ഈസ് എ വേരിയബിൾ? എന്താണ് ഒരു വേരിയബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ വേരിയബിളും കോൺസ്റ്റന്റും ഇസ് ദർ. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലല്ലേ? എന്താണ് വേരിയബിള്? ഒന്ന് പറയുന്നേ. ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് വേരിയബിൾ ആയിട്ട്. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഫിനോമിനലുള്ള ഒരു ഫാക്ടർ, അതിന് വേരിയേഷൻ സംഭവിക്കുന്നു. ആ വേരിയേഷൻ സംഭവിക്കുന്ന സാധനത്തിനെ നമ്മൾ വേരിയബിൾ പറയും. റിസർച്ചിൽ വരുന്ന സമയത്ത് ഒരു റിസർച്ച് സ്റ്റഡീന് അകത്ത് certain factors are varying according to the external factors or even internal factors. അപ്പോൾ അതിനെയാണ് നമ്മൾ വാരിയബിൾ എന്ന് പറയുക. ഇനി വാരിയബിൾ, എത്ര തരത്തിലുള്ള വാരിയബിൾ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. variables, what are the different types of variables? നമ്മുടെ ഡിസ്കഷനകത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടേ. പറഞ്ഞോളൂ ജിലു, പറയൂ. ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും. ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് കേട്ടിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും? ഒരു റിസർച്ചിനെ നേരിട്ട് സ്വാധീനിക്കുന്ന ഡാറ്റകളൊക്കെ ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടും ആ ഡാറ്റയെ സ്വാധീനിക്കുന്ന മറ്റു സാധനങ്ങളെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പറഞ്ഞത് ശരിയാണ്, കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്താൽ നന്നായി. സാർ, അങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വെരി ഗുഡ്. ഇപ്പോ സാറ് മുമ്പ് പറഞ്ഞിട്ടുള്ള IT ടൂൾ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ നമ്മളുടെ ക്ലാസ് എടുക്കലില് കുട്ടികളുടെ ഇന്റലിജൻസ്, IT ടൂൾ ഉപയോഗിച്ച് നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇന്റലിജൻസ് ആണെങ്കിൽ അതൊരു ഡിപെൻഡന്റ് വേരിയബിൾ എടുക്കുകയാണെങ്കിലും അതേസമയം പിന്നെ ആ ഇന്റലിജൻസിനെ ബാധിക്കുന്ന തരത്തിൽ കുട്ടികളുടെ പിന്നെ ഇപ്പോ ഏജോ സ്വഭാവമോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ആറ്റിറ്റ്യൂഡോ അതൊക്കെ ഇൻഡിപെൻഡന്റ് വേരിയബിളോ ആയിട്ടാണ് വിചാരിക്കുന്നത്. കുറച്ച് ശരിയാണ്. വേറെ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാനുണ്ടോ? ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഞാനൊരു അതിൻ്റെ പിക്ചറൈസേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അത് ഇട്ടുതരാം.
സ്ക്രീൻ ഷെയർ ആവുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ആവുന്നുണ്ടോ? Yes, sir. Yes, sir. ഓക്കെ. ഞാനേ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പവർ പോയിന്റ്, ഇതിൻ്റെയൊക്കെ പവർ പോയിന്റുകൾ, റിസർച്ചിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ദാവൻകര യൂണിവേഴ്സിറ്റിൻ്റെ പെൻ ഡ്രൈവിനകത്താണ് കംപ്ലീറ്റ് സാധനങ്ങൾ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ദാവൻകര യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഒരു 4 ദിവസത്തെ സെഷൻ, ദാവൻകരയും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ദാവൻകര യൂണിവേഴ്സിറ്റിയിൽ ലാസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ പെൻ ഡ്രൈവ് കൊടുക്കാൻ മറന്നു. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അവർ അയച്ചു തന്നിട്ടില്ല. ഓക്കെ, നൗ യു ക്യാൻ സീ ദിസ് വെബ്സൈറ്റിൽ നിന്ന് ഞാനിപ്പോൾ ചടപെടുന്നെടുത്ത ഒരു ഇമേജാണ്. അതിനകത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിള്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, കോസ്, ഇഫക്റ്റ്. ഇതിന്ന് ഈ ഒരൊറ്റ ചിത്രം തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ തരുന്നുണ്ട്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? കോസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇഫക്റ്റ് എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, റിസർച്ച് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കുന്നത് കോസും എഫക്റ്റുമാണ്. കോസും എഫക്റ്റിൻ്റെ റിലേഷൻഷിപ്പാണ്. ഇപ്പം നമ്മുടെ തുലാമാസത്തിൽ നമുക്ക് മഴ പെയ്യുന്ന രീതിയിലല്ല ഇപ്പം മഴ പെയ്യുന്നത്. ഇപ്പോൾ തുലാമാസത്തിൽ മഴ പെയ്യണം. അപ്പം അതിൻ്റെ ആ കോസും എഫക്റ്റും അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ പഴയ ഒരു റിഥം മാറി വേറെ രീതിയിലേക്ക് മഴ പോകുന്നത്? അപ്പം അതിൻ്റെ കോസും ഇഫക്റ്റും എന്താണ് നമ്മൾ പരിശോധിക്കുന്നത്. അല്ലേ ഇപ്പം അതിലിപ്പോൾ നമ്മൾ പറയുകയാണ് അതിൻ്റെ കാരണം ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് അല്ല, ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ മാറിയിട്ടോ, ഗ്ലോബൽ ബോയിലിംഗ് ആക്കിയിട്ടുണ്ട്. കാരണം ചൂട് അത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ഗ്ലോബൽ ബോയിലിംഗ് ആക്കിയിട്ട് മാറ്റി. അപ്പോൾ ഗ്ലോബൽ ബോയിങ് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ച് ഇൻ ദ വെതർ. അപ്പം നമ്മളിതൊരു ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്, അതായിരിക്കാം, അത് തന്നെ ആയിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ പറയാം നമുക്ക് ഇത് നമ്മുടെ എന്താണ് ചേഞ്ച് എൽ നിനോ ഈസ് ദ കോസ് ഫോർ ദ ചേഞ്ച് ഇൻ ദ വെതർ. അല്ലെങ്കിൽ എക്സസീവ് ഡിഫോറസ്റ്റേഷൻ ഈസ് ദ കോസ് ഫോർ ദ ചേഞ്ച് ഓഫ് ദ വെതർ എന്ന് പറയാം. അപ്പം ഇവിടെ ഈ ഇഫക്റ്റ് എന്താണ്? ചേഞ്ച് ഓഫ് വെതർ ഈസ് ദ ഇഫക്റ്റ്, ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഐ തിങ്ക് യു ആർ ക്ലിയർ. ഇഫക്റ്റ് ഈസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പം ഇവിടെ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലതും ഉണ്ടാകാം, കോസ് പലതും ആകാം. നമ്മൾ പറഞ്ഞല്ലോ, ഗ്ലോബൽ ബോയിലിംഗ് ആകാം, ഡിഫോറസ്റ്റേഷൻ ആകാം, അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളാകാം. അപ്പം ഇതൊക്കെ മാറുന്നു. പക്ഷെ ഇഫക്റ്റ് ഏത് തന്നെയാണ്? ആ വേരിയബിള് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. നൗ ഐ തിങ്ക് യു ഗോട്ട് ദ ഐഡിയ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇനി ഒരു റിസർച്ച് സ്റ്റഡീസിനകത്തേക്ക് എഡ്യൂക്കേഷണൽ റിസർച്ച് സ്റ്റഡി എടുത്ത് നോക്കുകയാണ്. അതായത് ടീച്ചിങ് മെത്തഡോളജി ആൻഡ് ലേണിംഗ് അച്ചീവ്മെൻറ്റ്. അപ്പം അതിൽ ടീച്ചിങ് മെത്തഡോളജിയും ലേണിംഗ് അച്ചീവ്മെൻറ്റും, ഇതിൽ ഏതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? പറയൂ. അതായത് ലേണിംഗ് അച്ചീവ്മെന്റും ടീച്ചിങ് മെത്തഡോളജിയും 2 വേരിയബിള്. അതിൽ ഡിപ്പെൻഡന്റ് വേരിയബിള് ഏതാണ്? ലേണിംഗ് അച്ചീവ്മെന്റ്. ഡിപ്പെൻഡന്റ് വേരിയബിള് ലേണിംഗ് അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? ടീച്ചിങ് മെത്തഡോളജി. അപ്പൊ മെത്തഡോളജി നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് മാറും? ഇത് നമുക്ക് മാറ്റാം അല്ലേ? ഓക്കെ. So now you got an idea about this what we will say dependent variable and independent variable, right? ഇനി ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു കാര്യം കൂടെ കാണിച്ചു തരാം. അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ മക്കളെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് ചെയ്തോളാം. ഓക്കെ. ഇപ്പം നമ്മൾ
നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് നമ്മുടെ കോറിലേഷണൽ സ്റ്റഡിയിൽ നമ്മൾ മെത്തഡോളജിയും ലേണിംഗ് അച്ചീവ്മെൻറ്റും ഉദാഹരണമായിട്ട് എടുത്തു. അതിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ലേണിംഗ് അച്ചീവ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി ആണെന്ന് പറഞ്ഞു. റൈറ്റ്. ഇത് തമ്മിലുള്ള ബന്ധം, അതായത് ഇപ്പം നമ്മൾ കോറിലേഷണൽ സ്റ്റഡി, നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റഡിയാണ് പറയാൻ പോകുന്നത്. പക്ഷെ കോറിലേഷൻ സ്റ്റഡി നമ്മൾ പഠിച്ചതായതുകൊണ്ട് അവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവുന്നുള്ളതാണ്. കോറിലേഷൻ സ്റ്റഡിയിൽ ഇതിന്റെ എഫക്റ്റിന്റെ ഇത് സംബന്ധം, റിലേഷൻഷിപ്പ് എന്താന്ന് നമ്മൾ പരിശോധിക്കണം. ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ്, അതിന്റെ നേച്ചർ എന്താണെന്നുള്ളത്, ആ റിലേഷൻഷിപ്പ് എന്താണ്, അതിൽ സിഗ്നിഫിക്കൻസ് ഉണ്ടോ? അതായത് ടീച്ചിങ് മെത്തഡോളജി മാറ്റുമ്പോൾ, വ്യത്യസ്ത ടീച്ചിങ് മെത്തഡോളജി മാറ്റുമ്പോൾ ലേണിംഗ് അച്ചീവ്മെന്റിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ടോ? ഈസ് ദർ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ചേഞ്ച് ഓഫ് മെത്തഡോളജി ആൻഡ് ചേഞ്ച് ഇൻ ദ ലേണിംഗ് അച്ചീവ്മെന്റ്? ഇതാണ് നമ്മൾ റിലേഷൻഷിപ്പ് പരിശോധിക്കുന്നത്. അപ്പം നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും ഇത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചിന്തിക്കണം, അപ്പം ഈ ആൺകുട്ടികളുടെ പഠന നിലവാരത്തിൽ വ്യത്യാസമുണ്ടോ, പെൺകുട്ടികളുടെ പഠന നിലവാരത്തിൽ വ്യത്യാസമുണ്ടോ, റൂറൽ ഏരിയ എന്ന് വരുന്ന. സോ ദിസ് ഈസ് അനദർ കൈൻഡ് ഓഫ് വേരിയബിൾ. ദിസ് ഈസ് അതർവൈസ് വി കോൾ എക്സ്ട്രോനസ് വേരിയബിൾ എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയും. ഓക്കെ. ഇനി ഒരു റിലേഷണൽ സ്റ്റഡിയിൽ, കോറിലേഷൻ സ്റ്റഡിയിൽ നമ്മൾ റിലേഷൻഷിപ്പാണ് പരിശോധിക്കുന്നത് എങ്കിൽ നമ്മൾ ഈ കോറിലേഷൻ സ്റ്റഡിയിൽ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ എക്സ്ട്രോണസ് വേരിയബിൾ അതല്ലെങ്കിൽ മറ്റു വേരിയബിൾസ് എന്ത് ചെയ്യാം, ഇതിനെ സ്വാധീനിക്കാം. ഇപ്പം എക്സ്ട്രോണസ് വേരിയബിൾസ് ആർ അണ്ടർ അവർ റിസർച്ച് സ്റ്റഡി, പക്ഷെ മറ്റ് വേരിയബിൾസ് ഇതിനെ സ്വാധീനിക്കാം. നമ്മളതൊന്നും കൺട്രോൾ ചെയ്യണില്ല. ഇപ്പോൾ കോറിലേഷൻ സ്റ്റഡിയിൽ ടീച്ചിങ് മെത്തഡോളജി നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കൺസ്റ്റിറ്റ്യൂഷൻ മെത്തഡോളജി ഉണ്ട്, ബിഹേവിയറിസ്റ്റ് മെത്തഡോളജി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം അതിൽ ടീച്ചർ ഹോണസ്റ്റ് അതൊരു ഘടകാവും. ഒരു നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള ടീച്ചറാണെന്നുണ്ടെങ്കിൽ, കമ്മിറ്റഡ് ആയിട്ടുള്ള ടീച്ചറാണെന്നുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട്, ബിഹേവിയർസ് ആണെങ്കിലും അല്ലെങ്കിൽ കൺസെപ്റ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. അപ്പം നമ്മളത് അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ആ സബ്ജക്റ്റിവിറ്റി അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്കൂൾ ക്ലൈമറ്റ് വളരെ അശാസ്യമായിട്ടുള്ള ഒരു സ്കൂൾ ക്ലൈമറ്റ് അല്ല. ഡെയിലി അവിടെ സമരവും പിന്നെ ബഹളവും, പിന്നെ കോളേജ് നടു റോഡിന്റെ അടുത്താണ്, അപ്പം ഭയങ്കരമായിട്ട് ശബ്ദവും കാര്യങ്ങളും. അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ തമ്മിൽ ഒരു ഐക്യമില്ല, ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സും തമ്മിൽ മുട്ടനടിയാണ്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ബാഹ്യ ഘടകങ്ങളൊക്കെ ഇതിന് സ്വാധീനിക്കാം. അതൊന്നും പക്ഷെ നമ്മളവിടെ പഠിക്കണില്ല. നമ്മൾ ഈ രണ്ട് വേരിയബിൾസ് നമ്മുടെ റിലേഷൻഷിപ്പ് മാത്രമേ നോക്കണുള്ളൂ. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ സാമ്പിളിനകത്ത് ഇതൊക്കെ സംഭവിക്കാം. അപ്പോ നമ്മുടെ എക്സ്പെരിമെന്റൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പക്ക എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഈ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. മാനിപ്പുലേഷൻ ഓഫ് ദ വേരിയബിൾസ്, അതായത് വേരിയബിൾസിനെ വേരിയബിൾസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ പ്രത്യേകത. ഓക്കെ. ഇപ്പൊ നമ്മള് എക്സ്പെരിമെന്റൽ ഡിസൈൻ റിസർച്ച് എന്താണെന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം മനസ്സിലാക്കി. അപ്പം അതിനകത്ത് നമുക്ക് ഓരോ സിറ്റുവേഷനും, അതായത് മാനിപ്പുലേഷൻ ഓഫ് ദ സിറ്റുവേഷൻ, അപ്പൊ അവിടെയാണ് നമ്മൾ ഇവിടെ നമ്മുടെ സുജി ചോദിച്ച 3 കാര്യങ്ങൾ വരുന്നത്. എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? ഒന്ന്, വാട്ട് ഈസ് മാനിപ്പുലേഷൻ?
വി ആർ മാനിപ്പുലേറ്റിംഗ് ദ വേരിയബിൾസ്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ICT ഉപയോഗിച്ചിട്ടുള്ള ടീച്ചിങ് ആണ്. അതിൻ്റെ ഒരു പാക്കേജ് നമ്മൾ ഉണ്ടാക്കി, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പം അവിടെ ആ എക്സ്പെരിമെന്റേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു എഡ്യൂക്കേഷൻ സെറ്റിങ്ങിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമുക്ക് എന്ത് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാം. എന്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റണില്ല, മറ്റേ ഡിപെൻഡന്റ് മാനിപ്പുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇമ്പാക്റ്റ് ഡിപെൻഡന്റ് വേരിയബിളിൽ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇമ്പാക്റ്റ് സ്റ്റഡീസ് ഓൺ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇതൊക്കെ പഠിക്കുന്നത് അത്തരത്തിലുള്ള റിസർച്ചുകളെ നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ചായിട്ട് പറയുക. ഓക്കെ, മറ്റേതൊക്കെ കോറിലേഷൻ സ്റ്റഡീസും ഡിസ്ക്രിപ്റ്റീവിൽ തന്നെ മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ പ്രധാന ലക്ഷ്യം തന്നെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇഫക്റ്റ് ഡിപെൻഡന്റ് വേരിയബിളിൽ എന്താണ് എന്ന് പരിശോധിക്കലാണ്. ക്ലിയർ ടു യു? അതായത് മെത്തഡ് ICTയുടെ ഒരു പാക്കേജ് ഉണ്ടാക്കണു. ആ പാക്കേജ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് ഉള്ള കുട്ടികളെ ഇല്ലാത്ത കുട്ടികളെയും വെച്ച് പഠിപ്പിക്കുന്നു. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ഇമ്പാക്റ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് അല്ലേ? അതായത് നമ്മുടെ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള ICT പാക്കേജ് അത് നമ്മൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ കൊടുത്തു, കൺട്രോൾ ഗ്രൂപ്പിൽ കൊടുത്തില്ല. ഇതിനാണ് കൺട്രോൾ എന്ന് പറയുന്നതും മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഉപയോഗിക്കുന്നു, അതിനെയും ഒബ്സർവ് ചെയ്യുന്നു. നാച്ചുറൽ കോഴ്സിലുള്ള നാച്ചുറൽ സെറ്റിങ്സിലുള്ള ഗ്രൂപ്പിനെയും ഒബ്സർവ് ചെയ്യുന്നു. ഇതിനെയാണ് ഈ 3 ഘടകങ്ങളാണ് ഇപ്പോ ഈ 3 കാര്യമല്ലേ ഇപ്പൊ സുജി ചോദിച്ചത്? സുജി ചോദിച്ചത് അതായത് കൺട്രോൾ, മാനിപ്പുലേഷൻ ആൻഡ് ഒബ്സർവേഷൻ. ഇത് ക്ലിയർ ആയി? ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ എക്സ്പെരിമെന്റൽ റിസർച്ച് ഒരു സ്റ്റഡി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 തരത്തിലുള്ള ഡിസൈനുകളാണുള്ളത്. ഒന്ന് പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ, ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ, ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഓക്കെ, അപ്പൊ ഈ 3 തരത്തിലുള്ള എക്സ്പെരിമെന്റൽ ഡിസൈനുകളാണ് നമ്മൾ സാധാരണയായിട്ട് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി എന്താണ് പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്? പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ എക്സ്പെരിമെന്റൽ റിസർച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പ്രീ ടെസ്റ്റ് ഉണ്ടാകും. പ്രീ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിന് കൊടുക്കും, മറ്റേ ഗ്രൂപ്പിന് അത് മാനിപ്പുലേഷൻ ഇല്ലാണ്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പോസ്റ്റ് ടെസ്റ്റ് നടത്തും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഈ പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈനിന് അകത്ത് നമ്മളൊരു പ്രീ ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ ആവശ്യമുള്ള കാര്യങ്ങളെ അതായത് എക്സ്ട്രോണിയസ് വേരിയബിൾസിനെ അല്ലെങ്കിൽ സിറ്റുവേഷനൊക്കെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. പക്ഷെ പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈനിന് അകത്ത്
നമ്മൾ ആ തരത്തിലുള്ള ഒരു എന്തും ചെയ്യുന്നില്ല, ടെസ്റ്റും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നില്ല. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നു. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും, അതെ കൊളസ്ട്രോൾ കൂടുതലാണ് കേട്ടോ. കൊളസ്ട്രോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമല്ല കൺട്രോൾ ചെയ്യുന്നത്. എന്തിനെ കൺട്രോൾ ചെയ്യാൻ പറയണത്? കൊളസ്ട്രോള് ശരീരത്തിൽ ഉണ്ടാകാൻ കാരണമാകുന്ന ഭക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യണം എന്നല്ലേ പറയാം. റൈറ്റ്. ഇൻ ദ സിമിലർ വേ നമ്മുടെ ഇവിടെയും അത്തരത്തില് വേരിയബിൾസിന്, എക്സ്റ്റേണൽസ് അല്ലെങ്കിൽ സിറ്റുവേഷനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. ദിസ് ഈസ് ദ മേജർ ഫോക്കസ് ഓഫ് പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഓക്കെ. ഈ പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് വൺ ഷോട്ട് കേസ് സ്റ്റഡി ഡിസൈൻ. ഓക്കെ. രണ്ടാമത്തേത് ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. മൂന്നാമത്തേത് സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ. ഇത് 3ആണ് എക്സ്പെരിമെന്റൽ ഡിസൈന്, നമ്മുടെ പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈനിന് അകത്ത് വരുന്നത്. ഇപ്പം നമുക്ക് എന്താണ് ഈ പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിച്ചിട്ട് പോകാം. എന്താണ് പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ? വൺ ഷോട്ട് കേസ് സ്റ്റഡി എന്താണെന്ന് നോക്കാം. ഇപ്പോ നമ്മുടെ സ്കൂളില് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തില് ഈ ഡയറ്റ് അതേപോലെ CRT ഇവരൊക്കെ കൂടിയിട്ട് ഈ ടീച്ചേഴ്സിനൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? ഇൻ സർവീസ് പ്രോഗ്രാം നടത്തുന്നുണ്ട് അല്ലേ? അപ്പൊ അതിലൊരു പ്രോഗ്രാം ഇപ്പൊ നമ്മുടെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജിയിൽ ബ്ലെൻഡഡ് ലേണിംഗ് ആണെന്ന് വിചാരിച്ചു. ആ ബ്ലെൻഡഡ് ലേണിംഗ് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ജില്ല എടുക്കും. ആ ജില്ല എടുത്തിട്ട് ഈ ബ്ലെൻഡഡ് ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡിന് ആ ടീച്ചേഴ്സ് അവരുടെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് മുതലായവ ഒരു കേസ് സ്റ്റഡി ഡിസൈൻ ആയിട്ട് എടുക്കും. ഓക്കെ. അപ്പം ഇവിടെ ഈ ടീച്ചേഴ്സിൻ്റെ ഇന്റർവ്യൂവിൽ കൂടിയുള്ള നമ്മുടെ ഡാറ്റ, അതേപോലെ തന്നെ അവരുടെ ഈ ICT ഉപയോഗിച്ചിട്ടുള്ള ബ്ലെൻഡഡ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഡാറ്റ നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ. ഇവിടെ നമ്മൾ ഈ ICT ഉപയോഗിച്ചിട്ടുള്ള ബ്ലെൻഡഡ് ടീച്ചിങ്ങിൻ്റെ അതിൻ്റെ അകത്ത് ആ ട്രീറ്റ്മെന്റ് ഒന്നും നടത്തുന്നില്ല. ട്രീറ്റ്മെന്റ് മീൻസ് ദർ ഇസ് നോ മാനിപ്പുലേഷൻ ഇൻ ദ വാരിയബിൾസ്. ഓക്കെ. ഇനി ഇതിന്റെ അവസാനത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ, അതായത് ക്ലാസ് റൂമിൽ ഇവർ ബ്ലെൻഡഡ് ലേണിംഗ് ആക്ടിവിറ്റീസ് അതിൻ്റെ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്തത്, ഇതിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കുന്ന അതായത് വൺ ഷോട്ട് കേസ് സ്റ്റഡിയെയാണ് നമ്മൾ വൺ ഷോട്ട് കേസ് സ്റ്റഡി ഡിസൈൻ എന്ന് പറയുക. ഓക്കെ. അതിൻ്റെ കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോകും. ദെൻ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. അതിൽ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഒരൊറ്റ ഗ്രൂപ്പിൽ തന്നെ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും നടത്തിയിട്ടുള്ള ഒരു ഡിസൈൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഇഗ്നോയില് എറണാകുളം റീജിയണൽ സെന്ററിൽ പഠിക്കുന്ന MA എഡ്യൂക്കേഷന് പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്. അപ്പൊ അവരുടെ റിസർച്ച് സ്കില്ല്,
ആ റിസർച്ച് സ്കില്ല് ഒരൊറ്റ ഗ്രൂപ്പിൽ തന്നെ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും നടത്തി കഴിഞ്ഞ് പറയുന്ന ആ ഒരു സംവിധാനത്തിന് അല്ലെങ്കിൽ ആ റിസർച്ച് ഡിസൈനെയാണ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതില് ലെറ്റ് മീ ഗോ ടു ദ പ്രീ ടെസ്റ്റ്. ഡിസൈൻ വാട്ട് ഈസ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്നുള്ളതിന്റെ ഒരു ഇമേജ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? സ്ക്രീൻ കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ. അപ്പം വളരെ സിമ്പിൾ ആണ്. അതായത് പ്രീ ടെസ്റ്റ്, ഇന്റർവെൻഷൻ, പോസ്റ്റ് ടെസ്റ്റ് ഒറ്റ ഗ്രൂപ്പിനകത്ത് ചെയ്തു പോകുന്നതിനാണ് പ്രീ ടെസ്റ്റ് സിമ്പിൾ വൺ ഡിസൈൻ. ഓക്കെ. ദെൻ ഇതില് എന്തിനാണ് ഇപ്പൊ ഒരു കാര്യം ചോദിക്കാൻ പറ്റും, ഇന്റർവെൻഷൻ എന്നുള്ള ആ ഒരു ഘടകം നിങ്ങൾക്ക് പിടികിട്ടിയോ? അത് ഞാൻ വിട്ടുപോയി ചോദിക്കാം. ഇന്റർവെൻഷൻ മീൻസ് ദാറ്റ് ഈസ് മാനിപ്പുലേഷൻ ഓഫ് വാരിയബിൾസ്. ആ വാരിയബിളിനെ ഏത് വാരിയബിളിനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക? ഡിപെൻഡന്റ് വേരിയബിളിനെ അല്ലേ? ഇൻഡിപെൻഡന്റ് ആണോ? ഡിപെൻഡന്റ് വേരിയബിൾ അല്ലേ? ആർ ഷുവർ? ആർ യു ഷുവർ ഓർ നോട്ട്? ഡിപെൻഡന്റ് വേരിയബിൾ ആണ് അല്ലേ? അല്ലേ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉറപ്പാണ്. സോ അപ്പൊ മറ്റുള്ളവരും ഇത്തരത്തിൽ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ തന്നെയാണ് ഇവിടെയും ഇത് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതിനകത്ത് പ്രീ ടെസ്റ്റ്, അതായത് നമ്മൾ ടെസ്റ്റ് സ്കോറിനെ T1 എന്ന് പറയും, പോസ്റ്റ് ടെസ്റ്റിനെ നമ്മൾ T2 എന്ന് പറയും. അപ്പം ഇതാണ് ക്രൈറ്റീരിയ. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസില് വെച്ചുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിന്റെ മീൻ ഓഫ് ദ ടെസ്റ്റ്. ഓക്കെ. ഇപ്പൊ പ്രീ ടെസ്റ്റിന്റെ മീനും എടുക്കും, പോസ്റ്റ് ടെസ്റ്റിന്റെ മീനും എടുക്കും, റൈറ്റ്? Then the next design is static group comparison design. Okay. അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ, അത് തന്നെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഗ്രൂപ്പ് എന്തുണ്ട്? ഒന്ന് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ രണ്ടാമത്തേത് കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടാകും. ഓക്കെ. പ്രീ ടെസ്റ്റ് ഓക്കെ. കാണുന്നുണ്ടല്ലോ, സ്ക്രീൻ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, സ്ക്രീൻ ഷെയർ ചെയ്തത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ ഈ പിക്ചർ കാണാലോ. എ ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ് ഈസ് അസൈൻഡ്
treatment is given, post-test is given. A control group is assigned, no treatment is given, a post-test is given. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ? ആദ്യത്തെ ഗ്രൂപ്പിനകത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? അതായത് ഒരു റിജിഡ് എൻവിറോൺമെന്റിൽ നാം കൊടുക്കുന്ന മാനിപ്പുലേറ്റഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, അതായത് ഇപ്പോൾ ICT ഉപയോഗിച്ച് പഠിപ്പിക്കുന്നത് ഒരേ രീതി തന്നെയാണ്, ഒരേ റിസൾട്ട് തന്നെയാണ് തരിക, ഒരേ കണ്ടന്റ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ട്രീറ്റ്മെന്റ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതായത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ മാറ്റി. എന്താണ് അവിടെ നമ്മൾ കൊടുത്തത്? ഈ ICT ഉപയോഗിച്ചിട്ടുള്ള അധ്യാപന രീതിയാണ്. ഇനി എന്നിട്ട് അവരുടെ ഒരു പോസ്റ്റ് ടെസ്റ്റ്, അവരുടെ റിസൾട്ട് എന്താണ്? സെയിം കണ്ടന്റ് തന്നെ നമ്മുടെ കൺട്രോൾ ഗ്രൂപ്പിലും കൊടുക്കണം. കൺട്രോൾ ഗ്രൂപ്പില് അവിടെ എന്ത് ചെയ്യുന്നില്ല? ഈ ICT യൂസ് ചെയ്തിട്ടുള്ള പാക്കേജ് ഒന്നുമില്ല. നമ്മൾ സാധാരണ പഠിപ്പിക്കുന്ന പോലെ അങ്ങോട്ട് പഠിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് അവർക്കും ഒരു പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നു. ഇനി ഈ പോസ്റ്റ് ടെസ്റ്റുകളുടെ മെയിൻ സ്കോർ നമ്മൾ കമ്പയർ ചെയ്യുന്നു. Then we are interpreting our hypothesis. Could you follow? കാരണം ഇതിന്റെ നെറ്റ്ഷെല്ലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അത് കിട്ടണില്ലെങ്കിൽ അപ്പൊ തന്നെ പറയണേ. Could you get? കിട്ടിയോ മക്കളെ? മുഹമ്മദ് ക്ലിയർ ആവണുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ദാറ്റ് ഈസ് എ നീഡ്. ഞാൻ ഒന്നും കൂടെ നമ്മുടെ എക്സ്പെരിമെന്റൽ റിസർച്ചിന് അകത്തേക്ക് പോകാം. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിപ്പെൻഡന്റ് വേരിയബിൾ. രണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ. മൂന്ന്, എക്സ്ട്രോണസ് വേരിയബിൾ അല്ലെങ്കിൽ ഇന്റർവീനിങ് വേരിയബിൾസ്. അപ്പോൾ കോറിലേഷൻ സ്റ്റഡീസിൽ നമ്മൾ ബന്ധം പഠിക്കുന്നുണ്ട്, ഇമ്പാക്റ്റ് പഠിക്കുന്നില്ല. അവിടെ ബന്ധമുണ്ട് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതായത് ICT ഉപയോഗിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ICT ഉപയോഗിക്കുന്ന ടീച്ചേഴ്സിന് ക്ലാസ്സുകളിൽ ലേണിംഗ് അച്ചീവ്മെന്റ് കൂടുതലുണ്ട്. There exists a relationship between the ICT used teaching methodology and learning achievement. അപ്പോൾ നമ്മൾ പരിശോധിച്ചു. കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു സർവേ അങ്ങോട്ട് നടത്തിയെന്ന് വിചാരിക്കുക. അതായത് ICT ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എത്രയൊക്കെയാണ്, ഏതൊക്കെ ക്ലാസ്സുകളിലാണ് പഠിപ്പിക്കുന്നത്, അതൊരു സാമ്പിൾ എടുത്തു. എന്നിട്ട് അത് പരിശോധിച്ചു. ആ കുട്ടികളുടെ ലേണിംഗ് അച്ചീവ്മെന്റ് പരീക്ഷയുടെ മാർക്ക് എടുത്തു. അതേപോലെ തന്നെ വേറൊരു സാമ്പിൾ, നമ്മുടെ ക്ലസ്റ്റർ സാമ്പിളും എടുത്തിട്ട് മറ്റേ സാമ്പിളിൽ നമ്മൾ നോക്കി എന്താണ് അവിടെ ഈ കുട്ടികളുടെ ICT ഉപയോഗിക്കാതെ പഠിപ്പിച്ച കുട്ടികളുടെ ലേണിംഗ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എടുപ്പിച്ചു. ഈ സ്റ്റഡിയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് സ്റ്റഡി എന്നാ പറഞ്ഞത്? കോറിലേഷൻ അല്ലല്ലോ. കോറിലേഷൻ തന്നെ. കോറിലേഷനിൽ ഏതാണ്? ക്രോസ് സെക്ഷണൽ സർവേ റിസർച്ച് എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ക്രോസ് സെക്ഷണൽ സർവേ റിസർച്ച് എന്നല്ല ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അത് ക്രോസ് സെക്ഷണൽ സർവേ റിസർച്ച് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി ഇവിടെ നമ്മൾ നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം കൊടുത്തിട്ട് അതിന് ഇമ്പാക്റ്റ് ഉണ്ടോ, അതിന് റിസൾട്ട് ഉണ്ടോ? അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപ്പെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ല പരിശോധിക്കുന്നത്.
സർവേ റിസർച്ചിൽ നമ്മൾ പറയുന്നത് ദർ ഈസ് എ റിലേഷൻഷിപ്പ് എന്നേ പറയുള്ളൂ. നമ്മൾ പറയണില്ല അവിടെ ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ല. അവിടെ ഒരു ബന്ധം ഉണ്ട് കേട്ടോ, പക്ഷെ ആ ബന്ധം ആയിക്കൊണ്ടെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. ദർ എക്സിസ്റ്റ് എ റിലേഷൻഷിപ്പ് എന്ന് മാത്രമേ നമുക്ക് പറയാം. ഇമ്പാക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, ഇഫക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇഫക്റ്റീവ്നെസ് പരിശോധിക്കണമെങ്കിൽ നമുക്ക് എക്സ്പെരിമെന്റൽ റിസർച്ച് തന്നെ നടത്തണം. അപ്പൊ എക്സ്പെരിമെന്റൽ റിസർച്ചിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഈ ക്രോസ് സെക്ഷണൽ റിസർച്ച്, സർവേ റിസർച്ചും ഇതൊക്കെ പറഞ്ഞു, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകളൊക്കെ പറഞ്ഞതിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല? വാരിയബിൾസിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്റർവെനിങ് വാരിയബിൾസിനെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല. എക്സ്പെരിമെന്റൽ റിസർച്ചിനകത്ത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വാരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്തുന്നു. അതേപോലെ തന്നെ എക്സ്ട്രോണിയസ് ഇന്റർവെനിങ് വാരിയബിൾസിനെ നമ്മൾ സശ്രദ്ധം മാറ്റി നിർത്തുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു സിംഗിൾ നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ചിനകത്ത് ഇപ്പൊ നമ്മൾ 3 തരത്തിലാണ് പറഞ്ഞത്. ഒന്ന് വൺ ഷോട്ട് കേസ് സ്റ്റഡി ഡിസൈൻ പറഞ്ഞു, രണ്ടാമത്തേത് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ പറഞ്ഞു, മൂന്നാമത്തേതാണ് നമ്മൾ സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ പറഞ്ഞത്. ഇതിനകത്ത് നമ്മുടെ ആദ്യത്തേത് ഒരു വൺ ഷോട്ട് കേസ് സ്റ്റഡി ആയിട്ട് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തേത് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ പറഞ്ഞു. ആദ്യത്തേതിൽ നമുക്ക് പ്രീ ടെസ്റ്റ് പറയുന്നില്ല, അവിടെ കാര്യമായ കൺട്രോളിംഗ് ഇല്ല. പക്ഷെ വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ അകത്തോട്ടേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ ഒരു ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പിനകത്ത് ആദ്യം പ്രീ ടെസ്റ്റ് നടത്തുന്നു. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ICT പാക്കേജിന് എടുക്കാം. അവിടെ നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ നമ്മൾ ഈ ഉണ്ടാക്കിയ ICT പാക്കേജിന് കുട്ടികളുടെ ലേണിംഗ് അച്ചീവ്മെന്റ് ഉയർത്താൻ സാധിക്കുന്നുണ്ടോ? ഈസ് ദർ ഇഫക്റ്റീവ്നെസ് ഇൻ യൂസിങ് ICT മെത്തഡോളജി ഇൻ എൻഹാൻസിങ് ദ ലേണിംഗ് അച്ചീവ്മെന്റ്? ഇതാണ് നമ്മുടെ ചോദ്യം. റിലേഷൻ അല്ല ചോദിക്കുന്നത്, അതിന് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടോ, ഇമ്പാക്റ്റ് ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് കുട്ടികളെ എടുത്തിട്ട് ഒരു പർട്ടിക്കുലർ കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ട് അവരൊരു പ്രീ ടെസ്റ്റ് നടത്തുന്നു. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, MA എഡ്യൂക്കേഷന് ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ആ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റിസർച്ചിൻ്റെ ക്ലാസ്സൊക്കെ കൊടുക്കണു, അതിൽ ഡെസർട്ടേഷൻ ചെയ്യിപ്പിക്കുന്നു, അത് ഗൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഗ്രൂപ്പിനൊരു പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നു, അവരുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് വീണ്ടും നടത്തുന്നു. എന്നിട്ട് ഈ 2 ടെസ്റ്റ് സ്കോറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. സോ ദിസ് ഈസ് കോൾഡ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. ഇനി ഇവിടെ ഒരൊറ്റ ഗ്രൂപ്പിന്റെ എന്ത് മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യുന്നുള്ളൂ? പ്രീ ടെസ്റ്റ് റിസൾട്ടും പോസ്റ്റ് ടെസ്റ്റ് റിസൾട്ടും നമ്മൾ കമ്പയർ ചെയ്യണുള്ളൂ. Then when we are going to the group static group design, we will have 2 groups. Okay, ഒന്ന് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. അപ്പം ഈ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ICTയുടെ മെത്തഡോളജി ഉപയോഗിച്ച് പഠിപ്പിക്കുന്നു, റൈറ്റ്? അല്ലെങ്കിൽ ഇപ്പോൾ MA എഡ്യൂക്കേഷനിൽ ഒരു ഗ്രൂപ്പ്, അവർക്കൊക്കെ ഈ ഡെസർട്ടേഷൻ വർക്കും ഉണ്ട്, ഡെസർട്ടേഷൻ വർക്ക് ഉണ്ട്. മറ്റേ ഗ്രൂപ്പിന് ക്ലാസ് മാത്രം, തിയറി ക്ലാസ് മാത്രമേ കൊടുത്തുള്ളൂ, പ്രാക്ടിക്കൽസ് കൊടുത്തിട്ടില്ല, റൈറ്റ്? അപ്പോൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് റിസർച്ച് സ്കിൽസ്, ദ പ്രാക്ടിക്കൽ ഡെസർട്ടേഷൻ വർക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഡെസർട്ടേഷൻ വർക്ക് ഒരു ഗ്രൂപ്പിന് കൂടെ, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് കൊടുക്കുന്നു. കൺട്രോൾ ഗ്രൂപ്പിന് നമ്മുടെ ഡെസർട്ടേഷൻ കൊടുക്കുന്നില്ല, വെറുതെ ഏതെങ്കിലും ഒരു മാഷ് ഓൺലൈനിൽ വന്നിട്ട് എന്തൊക്കെ വിളിച്ച് പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു?
നമ്മൾ ഇവിടെ ഇവരുടെ അപ്പോൾ സ്കില്ല്, റിസർച്ച് സ്കില്ല് നമ്മൾ ആദ്യം പ്രീ ടെസ്റ്റ് മെഷർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത്. അതായത് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് നമ്മൾ ഡെസർട്ടേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്, കൺട്രോൾ ഗ്രൂപ്പിന് നമ്മൾ ഡെസർട്ടേഷൻ വർക്ക് കൊടുത്തിട്ടില്ല. ഈ 2 ഗ്രൂപ്പിനും അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റിപ്പുലേറ്റഡ് ടൈം കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ടെസ്റ്റ് നടത്തും. അപ്പൊ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, അതായത് ഡെസർട്ടേഷൻ വർക്ക് ചെയ്ത കുട്ടികളുടെ റിസർച്ച് സ്കില്ല് എത്രത്തോളം ഉണ്ട്. ഇനി കൺട്രോൾ ചെയ്തിട്ടുള്ള, അതായത് തിയറി മാത്രം പഠിപ്പിച്ചു കൊടുത്ത കുട്ടികളുടെ അവരുടെ റിസർച്ച് സ്കില്ല് എത്രത്തോളം ഉണ്ട്. നമ്മൾ ഒരു ടെസ്റ്റ് നടത്തി, ആ ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ ടെസ്റ്റ് സ്കോറുകൾ തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം പിടികിട്ടും അല്ലേ. ദിസ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഗ്രൂപ്പ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച്. നൗ ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള ഇതിലാണ് വെളിച്ചത്തിലാണ് അടുത്തിലേക്ക് പോകുന്നത്. നൗ വി ആർ ഗോയിങ് ടു ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഓക്കെ, ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്തുകൊണ്ട് സോറി, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ കേൾക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ വാട്ട് ഐ ഫീൽ, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ടെന്നാണ്. ഓക്കെ, ഐ മീൻ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈനിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ സ്റ്റാറ്റിക് ഇത് കണ്ടല്ലോ, സ്റ്റാറ്റിക് ഗ്രൂപ്പ് ഡിസൈൻ കണ്ടല്ലോ. ഈ സ്റ്റാറ്റിക് ഗ്രൂപ്പ് ഡിസൈൻ തന്നെയാണ് ഏറെക്കുറെ എന്ത് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്, ആ സെൽഫ് ഇൻസ്ട്രക്ഷണൽ അല്ലെ ICT ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡും അതേപോലെ തന്നെ കൺവെൻഷണൽ മെത്തേഡും തമ്മിൽ അതിലെ അച്ചീവ്മെന്റ് പരിശോധിച്ചുകൊണ്ട് ഒരു കമ്പാരിസൺ നടത്തുക. ഓക്കെ, ഇവിടെ ഈ വാരിയബിൾസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. ഇൻഡിപെൻഡന്റ് വാരിയബിൾ, അത് ഈ കുട്ടികളുടെ ലേണിംഗ് അച്ചീവ്മെന്റ്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. വാട്ട് ഈസ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾഡ് ഗ്രൂപ്പ് എന്ന് നോക്കുമ്പോൾ അതർവൈസ് ഇറ്റ് ഇസ് കോൾഡ് റാൻഡമൈസ്ഡ് കൺട്രോൾ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. അതിന് 2 തരത്തിൽ റാൻഡമൈസ്ഡ് കൺട്രോൾ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്ന് പറയാം. ഇവിടെ ഈ നമ്മുടെ ICT ഉപയോഗിച്ച് പഠിപ്പിച്ചിട്ട്, ICT മെത്തഡോളജി ഉപയോഗിച്ച് പഠിപ്പിച്ചിട്ട്, അതേപോലെ തന്നെ കൺവെൻഷണൽ നമ്മുടെ നാച്ചുറൽ സെറ്റിങ്ങിൽ നമ്മൾ സാധാരണ പഠിപ്പിക്കുന്ന രീതിയിലും പഠിപ്പിച്ചിട്ട് അവരുടെ അച്ചീവ്മെന്റ് ആണ് പരിശോധിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഒരേപോലെയുള്ള 2 ഗ്രൂപ്പുകൾ നമ്മൾ ഫോം ചെയ്യാണ് ഇവിടെ. നമ്മൾ ജനറലി നേരത്തെ പറഞ്ഞത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഗ്രൂപ്പ് ഡിസൈൻ നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ പ്രീ ടെസ്റ്റ് ഒരു നമ്മൾ റാൻഡമലി 2 ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. റാൻഡമലി ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഉണ്ടാക്കും, അതേപോലെ തന്നെ ഒരു കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട്.
സോറി, ഞാൻ ഇവിടെ നെറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. സോ ഐ വാസ് ഔട്ട് ഓഫ് ദി മീറ്റിംഗ്. ഞാൻ എന്തൊക്കെയോ കുറച്ച് പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ നിങ്ങൾ കേട്ടിരുന്നോ? ഓക്കെ. So we were talking about the pre-test, post-test control group design. ഇനി എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിനെയും കൺട്രോൾ ഗ്രൂപ്പിനെയും നമ്മൾ റാൻഡമിലി അസൈൻ ചെയ്യുന്നു. അതായത് ഇപ്പം ഏതെങ്കിലും കുറച്ച് കുട്ടികൾ 9ാം ക്ലാസ്സിൽ എടുക്കണം, കുറച്ച് 9ാം ക്ലാസ് എയിൽ എടുക്കണം, അല്ലെങ്കിൽ എയും ബിയും കൂടി എടുക്കണം, അല്ലെങ്കിൽ 9ാം ക്ലാസ് സിയും ഡിയും കൂടി എടുക്കണം. അങ്ങനെ റാൻഡമിലി 2 ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇപ്പം അവരുടെ പ്രീവിയസ് നോളജോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ പരിഗണിക്കാതെ. ഇനി 2 ഗ്രൂപ്പിന് ഓരോ ടെസ്റ്റ് നടത്തണം. നേരത്തെ നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാറ്റിക് ഡിസൈനിൽ പറഞ്ഞതുപോലെ തന്നെ പ്രീ ടെസ്റ്റ് നടത്തും. റൈറ്റ്? ഈ പ്രീ ടെസ്റ്റ് നടത്തിയിട്ട് ദെൻ വി ആർ എൻ്ററിങ് ടു ദ എക്സ്പെരിമെൻറ്റേഷൻ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞത് നമ്മുടെ ICT മെത്തഡോളജി. ദെൻ മറ്റേ കൺട്രോൾ ഗ്രൂപ്പിനകത്ത് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പറയും. Then the post-test score. So this is originally what we call pre-test, post-test control group design. Okay. Then വേറൊരു തരത്തിലുള്ള ഡിസൈൻ ആണ് നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ്. അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും, നമ്മുടെ അവിടെ പ്രീ ടെസ്റ്റ് നടത്തുന്നില്ല, എന്ത് മാത്രമേ നടത്തുന്നുള്ളൂ, 2 ഗ്രൂപ്പ്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ടീച്ചിങ് മെത്തഡോളജിയിൽ നമ്മൾ ICT ഉപയോഗിക്കുന്നു, എന്നിട്ട് അവരുടെ പോസ്റ്റ് ടെസ്റ്റ് സ്കോറുകൾ തമ്മിൽ കമ്പയർ ചെയ്യും. ദിസ് ഈസ് കോൾഡ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ദെൻ അടുത്തതാണ് സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈനകത്ത് നമുക്ക് റാൻഡമിലി ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും, റൈറ്റ്, കൺട്രോൾ ഗ്രൂപ്പ് 3 കൺട്രോൾ ഗ്രൂപ്പും നമുക്ക് എടുക്കാം. ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം, 3 കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടാകാം. അതായത് CG1, CG2 ആൻഡ് CG3 ആൻഡ് എക്സ്പെരിമെൻ്റൽ 1 is 1. റൈറ്റ്? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് നമുക്കൊരു പ്രീ ടെസ്റ്റ് കൊടുക്കാം. ഓക്കെ. ദെൻ കൺട്രോൾ ഗ്രൂപ്പ്, അതായത് CG1 ഒന്നാമത്തെ കൺട്രോൾ ഗ്രൂപ്പിന് എന്ത് ചെയ്യാം, ഒരു പ്രീ ടെസ്റ്റ് കൊടുക്കാം. ഇനി ബാക്കിയുള്ള 2 ഗ്രൂപ്പിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രീ ടെസ്റ്റ് കൊടുക്കണമില്ല. ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് ഇറ്റ്. അതായത് 4 ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. മറ്റേ പ്രോസസ്സ് തന്നെ നമ്മൾ നേരത്തെ കണ്ട എക്സ്പെരിമെൻ്റൽ പ്രോസസ്സിന് കുറച്ച് വ്യത്യാസമായിട്ട്, അതായത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ, അതായത് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ സ്റ്റഡി നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടും അതേപോലെ തന്നെ റിസർച്ച് പ്രോബ്ലവും ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട്, ഹൈപ്പോത്തസിസ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 4 ഗ്രൂപ്പിനുണ്ട്. കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കുറച്ചുകൂടെ പല ഗ്രൂപ്പുകളിൽ നിന്നും കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കുറച്ചുകൂടെ പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ തരത്തിൽ ചെയ്യുന്നത്. അപ്പം എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ നമ്മൾ പ്രീ ടെസ്റ്റ് നടത്തുന്നു, കൺട്രോൾ ഗ്രൂപ്പ് 1ലും ടെസ്റ്റ് നടത്തുന്നു, കൺട്രോൾ ഗ്രൂപ്പ് 1ലും 2വിലും 3ലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പ്രീ ടെസ്റ്റ് നടത്തുന്നു. ഇനി എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നടത്തുന്നു. ഓക്കെ.
ഇനി കൺട്രോൾ ഗ്രൂപ്പ് 1 നമ്മുടെ കൺവെൻഷണൽ സാധാരണ നാച്ചുറൽ നമ്മൾ ഉപയോഗിക്കുന്ന ബിഹേവിയറിസ്റ്റ് മെത്തഡോളജി എന്താ വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. അതേപോലെ വീണ്ടും നമ്മുടെ കൺട്രോൾ ഗ്രൂപ്പ് 2 അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ICT പാക്കേജ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ ഗ്രൂപ്പിനകത്ത്, അതായത് കൺട്രോൾഡ് ഗ്രൂപ്പിനകത്ത് നമ്മുടെ സാധാരണ മെത്തഡോളജി ഉപയോഗിച്ച് പഠിക്കും. ഇനി ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ എല്ലാ ഗ്രൂപ്പിലും 4 ഗ്രൂപ്പിലും നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് ടെസ്റ്റ് നടത്തും. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ ഡിഫറൻസസ്, അതിൻ്റെയൊക്കെ മീൻ എടുത്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണ്ടി വരില്ല, മെയിൻ സ്കോർ മാത്രം മതിയാവും നമുക്ക് ഡിഫറൻസ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. അതായത് മറ്റോടത്ത് നമ്മൾ ഒരു ഗ്രൂപ്പ് സിംഗിൾ ഗ്രൂപ്പ് ഉണ്ടായി, 2 ഗ്രൂപ്പുകൾ ഉണ്ടായി. ഇവിടെ നമ്മൾ 4 ഗ്രൂപ്പുകൾ, 4 ഗ്രൂപ്പുകളുടെ ഡിസൈനിനകത്ത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഒരെണ്ണം ഉണ്ടാവും, കൺട്രോൾ ഗ്രൂപ്പ് 3 എണ്ണം ഉണ്ടാവും. അതിൽ ഒക്കെ തന്നെ ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് 1-ൽ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലും കൺട്രോൾ ഗ്രൂപ്പ് 1-ലും നമ്മൾ എന്ത് ചെയ്യും, പ്രീ ടെസ്റ്റ് നടത്തും. കൺട്രോൾ ഗ്രൂപ്പ് 2-ലും 3-ലും നമ്മൾ പ്രീ ടെസ്റ്റ് നടത്തുന്നില്ല. അതേപോലെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനകത്തേക്ക് നമ്മൾ നമ്മുടെ ICT പാക്കേജ് ഉപയോഗിക്കും. കൺട്രോൾ ഗ്രൂപ്പിനകത്ത് നമ്മുടെ നാച്ചുറൽ മെത്തഡ് ഉപയോഗിക്കും. ഗ്രൂപ്പ് 2-വിനകത്ത് വീണ്ടും നമ്മുടെ ICT പാക്കേജ് ഉപയോഗിക്കുന്നു. നാലാമത്തെ നമ്മുടെ കൺട്രോൾ ഗ്രൂപ്പ് 3-നകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നാച്ചുറൽ മെത്തഡ് ഉപയോഗിക്കുന്നു. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും, അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും നടത്തിയ അവരുടെ ഒരു ലേണിംഗ് അച്ചീവ്മെൻറ്റ് നമ്മൾ പരീക്ഷ നടത്തുന്നു. കൺട്രോൾ ഗ്രൂപ്പ് 1-ൻ്റെയും 2-ൻ്റെയും 3-യുടെയും ഒക്കെ പ്രത്യേകം പരീക്ഷകൾ നടത്തിയിട്ട് വി ആർ getting the assumptions. This is a Solomon 4 group. Then another type of the experimental research is otherwise called factorial design. Okay. ഇത് ഒരു സിംഗിൾ ക്ലാസിക്കൽ വേരിയബിൾ ഡിസൈൻ സ്റ്റഡി എന്ന് പറയാറുണ്ട്. ഇവിടെ നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് വേരിയബിളിനെ മാത്രം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഡിപെൻഡൻ്റ് വേരിയബിളിൽ അതിൻ്റെ എഫക്റ്റിനെ പരിശോധിക്കുന്നതിനെ ഫാക്ടോറിയൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയും, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ലിമിറ്റേഷൻസും സ്ട്രെങ്ത്തുകളും കുറച്ച് കിടക്കുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ളതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കി കൊടുക്കാം. യെസ്, ദെൻ നെക്സ്റ്റ് experimental design is a quasi experimental design. ഈ ഒരു ഡിസൈനും കൂടെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒരു റിവ്യൂവിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം. ഓക്കെ, ബാക്കിയുള്ളത് പിന്നെ അടുത്ത സെഷനിലേക്ക് മാറ്റിവെക്കാം. റൈറ്റ്, ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ, ക്വാസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടി അല്ലേ?
ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ച് കൺട്രോൾ ആസ് പോസിബിൾ അണ്ടർ ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. എവിടെ നമ്മളിത് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഓക്കെ. സോ ഫുൾ എക്സ്പെരിമെന്റൽ കൺട്രോള് നമുക്ക് റാൻഡമൈസേഷനിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള എക്സ്പെരിമെന്റൽ റിസർച്ചിനെയാണ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് നോൺ ഈക്വലന്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ഓക്കെ. Just a minute. Okay, sorry for the interruption. Okay, so we were talking about the quasi experimental design, right? Non-equivalent control group design. രണ്ട് ഗ്രൂപ്പുകൾ എടുക്കുന്നു. ആ രണ്ട് ഗ്രൂപ്പുകളെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു ഈക്വലൻസ് നോക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരു നമ്മുടെ എംഎഡിലെ കുട്ടികളുടെ ടീച്ചിങ് കോമ്പറ്റൻസി, ബിഎഡ് കുട്ടികളുടെ ടീച്ചിങ് കോമ്പറ്റൻസി, ഈ രണ്ട് ടീച്ചിങ് കോമ്പറ്റൻസിയും നമ്മൾ പരിശോധിക്കാൻ വിചാരിക്കാം. അപ്പൊ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അപ്പൊ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും അവിടെ. ഓക്കെ. അപ്പൊ ഈ കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻസ് ഇത് രണ്ടും തമ്മിൽ നോൺ ഈക്വലന്റ് ആണ്. അവർ ഈക്വലന്റ് അല്ല. കാരണം അവരുടെ ഇത് ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ സ്കില്ലുകളിൽ വ്യത്യാസം ഉണ്ടാവും, മോട്ടിവേഷൻ, ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം. ഓക്കെ. അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സെയിം ആയിട്ടുള്ള ഒരു ഈക്വലന്റ് അല്ലാത്ത രണ്ട് ഗ്രൂപ്പുകളെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഡിസൈനുകളെയാണ് നോൺ ഈക്വലന്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ സ്ഥിരം ഉദാഹരണം തന്നെ എടുക്കാം, നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കൺട്രോൾഡ് ഗ്രൂപ്പ് ഇതിലൊക്കെ തന്നെ 2 ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ 4 ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരേ ക്ലാസ്സിലുള്ള, അതായത് ഇപ്പോൾ 9ാം ക്ലാസ്സിൽ മാത്രമുള്ള കുട്ടികളെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ സ്കൂളിലുള്ള കുട്ടികളെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകിൽ 2 സ്കൂളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ബിഎഡും എംഎഡും 2 ഡിഫറെൻറ്റ് സ്റ്റേജിൽ നോൺ ഈക്വലൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ അവിടെ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് പരിശോധിക്കുന്ന രീതിയാണ് നോൺ ഈക്വലൻ്റ്
കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ICT തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് BEdലെ കുട്ടികൾ, ആ BEdലെ കുട്ടികൾക്ക് റിസർച്ച് സ്കില്ല് ഇപ്പം BEdൽ വരില്ലല്ലോ അല്ലേ, റിസർച്ച് സ്കില്ലെങ്കിൽ ടീച്ചിങ് കോമ്പറ്റൻസി നോക്കാം. അപ്പോൾ BEdലെ കുട്ടികളുടെ ടീച്ചിങ് കോമ്പറ്റൻസി, അതേപോലെ MEdലെ കുട്ടികളുടെ ടീച്ചിങ് കോമ്പറ്റൻസി. അപ്പം ഇതിൽ ഒരു സെക്കൻഡ്, ടീച്ചറെ പറയൂ. എൻ്റെ കോളേജിൽ നിന്ന് കുട്ടികളെ ഞാൻ ഫീൽഡ് ട്രിപ്പിന് വിട്ടേക്കാം. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ടാണ് ഇന്ന് ആകെ ക്ലാസ് ഒന്ന് ഡിസ്റ്റർബഡ് ആവുന്നത്. കാരണം സാധാരണ ഞാൻ ഫീൽഡ് ട്രിപ്പ് പോകുന്ന സമയത്ത് എല്ലാ തവണയും ഞാൻ കൂടെ പോകാറുണ്ട്. ഇത്തവണ പോകാൻ പറ്റിയില്ല. ആ പോകാൻ പറ്റാത്തതിൻ്റെ ചെറിയ ഒരു റിസ്ട്രിക്ഷൻസ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. തംജീദ് കഴിഞ്ഞ ക്ലാസ് വന്നില്ല അല്ലേ? ഹലോ, തംജീദ് ഇന്നലത്തെ സെഷൻ ഉണ്ടായില്ല? ഇല്ല സർ, കഴിഞ്ഞ സെക്ഷനിൽ കയറാൻ പറ്റിയില്ല. ഇപ്പൊ ഇന്ന് വന്നവരും കുറച്ച് പേരെന്നെ ഉള്ളൂ. അതിൽ ഇടയ്ക്കിടയ്ക്ക് പലരും പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. സോ ദിസ് ഈസ് നോൺ ഇക്വലന്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BEdലെ കുട്ടികളുടെ ടീച്ചിങ് കോമ്പറ്റൻസിയും MEdലെ കുട്ടികളുടെ ടീച്ചിങ് കോമ്പറ്റൻസിയും നമ്മൾ പരിശോധിക്കുന്നു. ദിസ് ഈസ് നോൺ ഈക്വലന്റ്. ദെൻ അപ്പം ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ വച്ചിട്ട് ഒന്നുകൂടെ റിവ്യൂ ചെയ്തിട്ട് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ഇപ്പം ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഇന്നലെ മുതൽ ആരംഭിച്ചു ഡിഫറെൻ്റ് ഡിസൈൻസ് ഓഫ് റിസർച്ച്. അതിൽ ഇന്ന് നമ്മൾ ഇന്നലെ സർവേ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇന്ന് നമ്മൾ എക്സ്പെരിമെൻ്റൽ ഇതിലേക്ക് വന്നു. മറ്റേ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ ലീനെ പറയേ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ മക്കളെ, നമ്മൾ എവിടെ നിന്നിരുന്നു? ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഒന്ന് വേഗം പറയൂ. നമ്മൾ റിവൈസ് ചെയ്യാം സാറേ. എവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെയാണ്? എക്സ്പെരിമെന്റൽ റിസർച്ച്. ഓക്കെ, ഇന്നലത്തെ നമ്മൾ സർവേ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നമ്മൾ കോറിലേഷൻ സ്റ്റഡി, സർവേ സ്റ്റഡീസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. അവിടെയൊക്കെ നമ്മൾ സർവേ നടത്തുന്നു. ഒരു നിലനിൽക്കുന്ന വസ്തുതയെ പരിശോധിച്ച് അതിനെ നരേറ്റ് ചെയ്യാൻ വേണ്ടി, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് മെത്തഡോളജിയിൽ പ്രത്യേകിച്ച് കേസ് സ്റ്റഡി മുതലായിട്ടുള്ളവ, കോറിലേഷൻ സ്റ്റഡി മുതലായവ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നേക്ക് നമ്മൾ വന്നപ്പോൾ അവിടെ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പരിശോധിച്ചത് എങ്കിൽ ഒരു വേരിയബിളിന് മറ്റൊരു വേരിയബിളിൽ ഉള്ള ഇമ്പാക്റ്റ് എന്താണ്? അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ക്ലാസ്സിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും,
അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര അടുപ്പൊക്കെ കാണിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് അവർ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ച് ബസ്സിൽ പോകണം, കൂടുതൽ നേരം അവരാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കുട്ടികളും, അതായത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ പിന്നെ നമുക്ക് റിലേഷൻ തപ്പിപ്പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വാട്ട് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദീസ് ടു? ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് റിലേഷൻഷിപ്പാണ്? അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ അയൽപ്പക്കക്കാരാണ്, അതിനിപ്പോൾ എന്താ? പക്ഷേ നമുക്ക് അവരുടെ ഇതൊക്കെ കാണുന്ന സമയത്ത് സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യത്തിന് സംശയം തോന്നേണ്ട കാര്യമൊന്നുമില്ലോ, പ്രത്യേകിച്ച് കുറച്ച് പ്രായമായുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് നമുക്ക് നമ്മുടെ ഒരു ഹൈപ്പോത്തസിസ്, ഇവർ ഈ പറഞ്ഞതൊന്നും അല്ല കേട്ടോ, അവർ കാമുകന്മാരാണ്, ദേ ആർ ലവേഴ്സ്. ആ തരത്തിലുള്ള റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈപ്പോത്തസിസ് there exists what relationship, a love relationship between these two. അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കുന്ന ആ റിലേഷൻ പരിശോധിക്കുക ചെയ്യുന്നത്. ദിസ് ഈസ് കോറിലേഷൻ സ്റ്റഡി. രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് പരിശോധിക്കുന്നു. ഇനി അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഹൈപ്പോത്തസിസ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അവസരം നമ്മൾ അന്വേഷിച്ച് പിടിച്ചിട്ട് അത് തന്നെയാടാ അതങ്ങോട്ട് ഉറപ്പിച്ചു. ദെൻ നെക്സ്റ്റ് തിങ്, ഇതിൽ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വിവാഹത്തിൽ കലാശിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള റിലേഷൻഷിപ്പാണോ, ലവ് ആണോ? ദാറ്റ് വി ആർ ഗോയിങ് ടു ചെക്ക്. ഇമ്പാക്റ്റ്. ഇപ്പോൾ ഈ ഇമ്പാക്റ്റ് സ്റ്റഡി അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ്, ഒരു കോസിന് അതിൻ്റെ ഇഫക്റ്റ് കൃത്യമായി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇഫക്റ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഒരു റിസർച്ചർ ഉപയോഗപ്പെടുത്തുന്നതിനെ ഇമ്പാക്റ്റ് സ്റ്റഡി അല്ലെങ്കിൽ ഇഫക്റ്റ് സ്റ്റഡിയെ നമ്മൾ എന്ത് പറയുന്നു? എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയും. അപ്പം നമ്മുടെ സ്റ്റഡി അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലം, അതിന് വേണ്ടുന്ന സൊല്യൂഷൻ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് മെത്തേഡൊക്കെ അഡോപ്റ്റ് ചെയ്യും അല്ലേ? ഇപ്പം നമ്മളിവിടെ ഇമ്പാക്റ്റ് ആണ് പരിശോധിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എം.എഡ് കോളേജുകളിൽ, റെഗുലർ കോളേജുകളിൽ എം.എഡ് പഠിക്കുന്നു. അതല്ല, എം.എ എഡ്യൂക്കേഷനിലെ കുട്ടികളും പഠിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ നമുക്ക് ആ മെത്തഡോളജി ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് പരിശോധിക്കാമല്ലോ. ഓക്കെ, അത് വേണമെന്നിട്ട് റിസർച്ച് സ്കില്ലിൽ പരിശോധിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്കോളാസ്റ്റിക് അച്ചീവ്മെൻറ്റ് പരിശോധിക്കാം. അപ്പം അവിടെ ശരിക്കും എന്താ കരിക്കുലം? ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എം.എഡിൻ്റെ കരിക്കുലം, ഇഗ്നോൻ്റെ എം.എ എഡ്യൂക്കേഷൻ്റെ കരിക്കുലം. ഇത് രണ്ടും തമ്മിലുള്ള ഇമ്പാക്റ്റ് നമുക്ക് പരിശോധിക്കാം. റൈറ്റ്? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുക. താത്വികമായിട്ട് നാം പറയുമ്പോൾ അവിടെ എന്തുണ്ട്? നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇമ്പാക്റ്റ് ഈസ് ഹൈ ഇൻ ദ PG പ്രോഗ്രാം ഇൻ എഡ്യൂക്കേഷൻ ഇൻ ദ റെഗുലർ മോഡ് എന്നാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ കുട്ടികളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇപ്പം രണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൺട്രോൾ ഗ്രൂപ്പ്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ആക്കി എടുക്കുന്നു. ഇഗ്നോ സ്റ്റുഡൻസിനെ നമ്മൾ എന്താക്കുന്നു? കൺട്രോൾ ഗ്രൂപ്പ് ആക്കി എടുത്തുകൊണ്ട് അവരുടെ റിസർച്ച് സ്കില്ല് അല്ലെങ്കിൽ സ്കോളാസ്റ്റിക് അച്ചീവ്മെൻ്റ് ഒരു പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും നടത്തിയിട്ട് നമ്മളത് തമ്മിൽ കമ്പയർ ചെയ്യും. ഇനിയിപ്പോൾ അത് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ടെസ്റ്റ് സ്കോറുകൾ നമ്മളൊരു പരീക്ഷ നടത്തിയിട്ട് ആ രണ്ട് ഗ്രൂപ്പിലെയും കുട്ടികളുടെ റിസൾട്ട് വെച്ചുകൊണ്ട് നമ്മളൊരു താരതമ്യം നടത്തണം. എന്നിട്ട് അതിൽ ഏതാണ് ഹൈ ആയിട്ടുള്ളത്, ആ ഹൈ വെച്ചിട്ടുള്ളത് ഇന്നതാണ്. സോ ദിസ് ഈസ് ഇൻ അതർ വേർഡ്സ് സിംപ്ലി എ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ റിസർച്ചിനകത്ത് നാം 3 കീ ടേംസ് പറഞ്ഞു. ഒന്ന്, വേരിയബിൾ, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ.
ഡിപ്പെൻഡന്റ് വേരിയബിൾ, then intervening variable or independent variable. ഓക്കെ, ഈ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് ആണ്, ഇഫക്റ്റ് ആണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് കോസ് ആണ്. ഇപ്പോൾ ഇന്റലിജന്റ് കുട്ടികളുടെ ഇന്റലിജൻസും ലേണിംഗ് അച്ചീവ്മെന്റും വേണമെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസും ലേണിംഗ് അച്ചീവ്മെൻറ്റും ആയിക്കോട്ടെ, അപ്പം അത് പരിശോധിക്കുന്നു. അപ്പം അതിൽ മാത്തമാറ്റിക്കൽ അച്ചീവ്മെൻറ്റ് എന്താണ് എന്ത് വേരിയബിളാണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണെന്നുള്ളത് വീണോ. ഇനി ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഈ ഡിപ്പെൻഡന്റ് വേരിയബിളിനെയും ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് കുറേ സംഗതികൾ കിടക്കുന്നുണ്ട്. ഇന്റർവെനിങ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇന്റലിജൻസ് ഒക്കെ ഉണ്ട്, ലേണിംഗ് അച്ചീവ്മെന്റ്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി അസുഖബാധിതയാണ്. ഇത് കുറച്ച് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ അവർ വളരെ റൂറൽ ആയിട്ടുള്ള റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ആദിവാസി ഊരുകളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണ്. അപ്പം അവർ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ വരില്ല, അവർ കാട്ടിൽ പഠിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതൊരു ഇന്റർവെനിങ് വേരിയബിളാണ്. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദീസ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആബ്സെൻസ് ഓഫ്, ഇതൊക്കെ ഇന്റർവെനിങ് വേരിയബിൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലൈമറ്റ് ഓഫ് ദ സ്കൂൾ കോംപ്ലക്സ്, then attitude of the teachers, cultural background of the students, ഇതൊക്കെ ഇന്റർവെനിങ് വേരിയബിൾ ആണ്. അപ്പോൾ ഇന്റർവെനിങ് വേരിയബിൾസിനെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് പരിശോധിക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റഡിയുടെ ഇതനുസരിച്ച്, നമ്മുടെ സാമ്പിൾ അനുസരിച്ച്, നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച്, നമ്മുടെ നേച്ചർ ഓഫ് ഹൈപ്പോത്തിസിസിനെ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ ഉപയോഗപ്പെടുത്താം. അതിനുള്ള മെനു ആണ് ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നത്. അതിൽ ഒന്നാമത്തെ ആണ് പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത് വൺ ഷോട്ട് കേസ് സ്റ്റഡി ഡിസൈൻ ആണെന്ന് പറഞ്ഞു. ഒറ്റ സ്റ്റഡി അതിനകത്ത് നടത്തുന്നുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ ICT ഉപയോഗിച്ചിട്ടുള്ള ടീച്ചിങ്, ആ ICT ഉപയോഗിച്ചിട്ടുള്ള ടീച്ചിങ് ഒരൊറ്റ പോസ്റ്റ് ടെസ്റ്റ് റിസൾട്ട് കൂടെ നമ്മൾ പറയുന്നു ഇത് അടിപൊളിയാണ് എന്ന് പറയുന്നു. സോ ദിസ് ഈസ് വൺ ഷോട്ട് കേസ് സ്റ്റഡി ഡിസൈൻ എന്ന് പറയുന്നു. ഇനി വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈനിലാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് അതിനൊരു പ്രീ ടെസ്റ്റ് കൊടുത്തു, അതിന് ശേഷം നമ്മൾ നമ്മുടെ ICT പാക്കേജ് ഉപയോഗിച്ചിട്ട് പഠിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നു, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ളതിനെയാണ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പാണ് നമ്മുടെ സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ. അതായത് ഇവിടെ നമുക്ക് എന്തുണ്ട്, രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കും നമ്മൾ, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടാക്കും. ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ നമ്മൾ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ICT പാക്കേജ് കൊടുക്കും. കൺട്രോൾ ഗ്രൂപ്പിനകത്തുള്ള കുട്ടികൾക്ക് നമ്മൾ ഇത് കൊടുക്കില്ല, ICT പാക്കേജ് കൊടുക്കില്ല. എന്നിട്ട് അവരുടെ ടെസ്റ്റ് സ്കോറുകൾ വിശകലനം ചെയ്തിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയുണ്ട് എന്ന് പറയുന്നതിനാണ് സ്റ്റാറ്റിക് ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പിലാണ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് നമ്മൾ പറഞ്ഞത്. അവിടെ നമുക്ക് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈനകത്ത് ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും.
ഈ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് നമ്മൾ ഒരു പ്രീ ടെസ്റ്റ് നടത്തും, ഈ കൺട്രോൾ ഗ്രൂപ്പിനും ഒരു പ്രീ ടെസ്റ്റ് നടത്തും. എന്നിട്ട് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് നമ്മൾ ICT പാക്കേജ് വെച്ച് പഠിപ്പിക്കും. കൺട്രോൾ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഇത് ICT പാക്കേജ് ഒന്നും കൊടുക്കൂല. എന്നിട്ട് ഇവർ രണ്ട് കൂട്ടരുടെയും പോസ്റ്റ് ടെസ്റ്റ് റിസൾട്ടുകൾ, അച്ചീവ്മെൻറ്റ് പരീക്ഷ അല്ലെങ്കിൽ ഒരു പരീക്ഷ നടത്തിയിട്ട് അതിൻ്റെ മാർക്കുകൾ വിശകലനം ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് പറയുന്നത്. ഓക്കെ, സോ ദെൻ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ്. അവിടെ ഈ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഒന്ന് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ പോസ്റ്റ് ടെസ്റ്റ് മാത്രമേ നടത്തുള്ളൂ. സോ ദീസ് ആർ ദ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ്. അടുത്ത ടൈപ്പാണ് നമ്മൾ പഠിച്ചത് സോൾമൺ 4 ഗ്രൂപ്പ് ഡിസൈൻ. അവിടെ നമ്മുടെ നേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ചുകൂടെ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, അതേപോലെ കൺട്രോൾ ഗ്രൂപ്പ്, 3 കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ 2 കൺട്രോൾ ഗ്രൂപ്പിന് നമ്മൾ പ്രീ ടെസ്റ്റ് ഒന്നും കൊടുക്കില്ല. ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനും ഒരു കൺട്രോൾ ഗ്രൂപ്പിനും നമ്മൾ ഇത് പ്രീ ടെസ്റ്റ് കൊടുക്കും. അതിൽ ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനും പിന്നെ ഒരു കൺട്രോൾ ഗ്രൂപ്പിനും നമ്മൾ ഈ ICT പാക്കേജ് വെച്ച് പഠിപ്പിക്കും. ബാക്കി 2 ഗ്രൂപ്പുകൾക്ക് നമ്മുടെ സാധാരണ മെത്തഡോളജി ഉപയോഗിച്ച് പഠിപ്പിക്കും. എന്നിട്ട് ഈ 4 ഗ്രൂപ്പുകളുടെയും പോസ്റ്റ് ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശകലനം ചെയ്യും. സോ ദിസ് ഈസ് എ 4 ഗ്രൂപ്പ് ഡിസൈൻ. ദെൻ ഫാക്ടോറിയൽ ഡിസൈനകത്ത് വരുന്ന സമയത്ത് അതിൽ ഫാക്ടറുകളെ മാത്രം നോക്കിയിട്ട് നമ്മൾ സ്റ്റഡി നടത്തും. സോ ദീസ് ആർ ദ ഡിഫറെൻ്റ് എക്സ്പെരിമെൻ്റൽ ടൈപ്സ് ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അടുത്ത ടൈപ്പ് നമ്മൾ പറഞ്ഞത് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അതിനകത്ത് ഒന്നാമത്തേത് നോൺ ഈക്വലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. നോൺ ഈക്വലൻ്റ് എന്ന കൺട്രോൾ ഗ്രൂപ്പിനകത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും, ആ കൺട്രോൾ ഗ്രൂപ്പിനകത്ത്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനകത്തല്ല, കൺട്രോൾ ഗ്രൂപ്പിനകത്ത് നമ്മൾ നോൺ ഈക്വലൻ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇത്രയാണ് ഇന്ന് നമ്മുടെ പലതരത്തിലുള്ള ഡിസൈനുകൾ നമ്മൾ മനസ്സിലാക്കിയത്. ദെൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് വി വിൽ സ്റ്റാർട്ട് ദ ഡിസ്കഷൻ. ഒരു കാര്യം ഞാൻ പ്രത്യേകം വീണ്ടും പറയുന്നു, യു ഹാവ് ടു എങ്ങനെയെങ്കിലും ആ ലിറ്ററേച്ചർ നിങ്ങൾ സമയം കണ്ടെത്തി വായിക്കണം കേട്ടോ. അല്ലെങ്കിൽ എനിക്കിപ്പോഴും ഒരു നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എവിടെയാണെന്നുള്ള ഒരു പിടിയും കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ചിലപ്പോൾ തോന്നും നിങ്ങൾക്ക് ഒരുമാതിരി ധാരണയുണ്ട് എന്ന് തോന്നും, ചിലപ്പോൾ തോന്നും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളൊരു ധാരണയും തോന്നുന്നുണ്ട്, ചിലപ്പോൾ അതിൻ്റെ നടുവിലും തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഐ കുഡ് നോട്ട് ഈസിലി അണ്ടർസ്റ്റാൻഡ് യുവർ ലെവൽ ഓഫ് അവയർനെസ് ഓൺ റിസർച്ച്. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സുകൾ കഴിയും തോറും ആ ഇൻട്രാക്ഷനാണ് എനിക്ക് നിങ്ങളുടെ ഡെപ്ത് എന്താണെന്ന് പിടികിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പോർഷൻ സമയം തീരൂലേ. എത്ര സെഷനാണ് നമുക്ക് ഇതിൻ്റെ? 6 ക്ലാസ് അല്ലേ? ഹലോ, കേൾക്കുന്നില്ല? ഞാൻ നോക്കട്ടെ, എൻ്റെ ഷെഡ്യൂളൊന്ന് നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ആ ഷെഡ്യൂളൊന്ന് നോക്കിയിട്ട് ഇപ്പോൾ പറയാം. ഒറ്റ മിനിറ്റ്. എന്താ കുട്ടിയെ? 25th വരെ പറഞ്ഞിട്ടുള്ളത്. 25th വരെയോ? എക്സെപ്റ്റ് സാറ്റർഡേ ആൻഡ് സൺഡേ. 25th വരെ എന്ന് പറയുന്ന സമയത്ത് നാളത്തോടു കൂടി നമ്മുടെ സെഷൻ തീരുമല്ലോ അല്ലേ? അത് ഞാൻ നോക്കട്ടെ, ഞാൻ ബിന്ദു ടീച്ചറൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം എന്താണ് സിറ്റുവേഷൻ, എങ്ങനെ കാര്യം. ഓക്കെ, സോ കമോൺ, എവിടെയാണ് എന്താണ് കാര്യങ്ങൾ, വല്ലതും പിടികിട്ടിയെങ്കിൽ എന്ത് പിടികിട്ടിയില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു, കാരണം നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പരീക്ഷ എഴുതാനല്ല ഇത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. പരീക്ഷയ്ക്ക് നമുക്ക് ജസ്റ്റ് ഇത് വായിച്ചു നോക്കിയിട്ട് അവിടെ പോയിട്ട് പരീക്ഷ എഴുതാം. നമ്മളൊരു റിസർച്ച് നടത്തുമ്പം അത് ഓതൻറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടി
സയൻറ്റിഫിക് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു റിസർച്ചായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. വണ്ടി ഓടിക്കാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഇത് നമ്മുടെ ഡ്രൈവിംഗ് മാഷ് പറഞ്ഞു തരും. ഫസ്റ്റ് ഗിയർ ന്യൂട്രല്, ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, റിവേഴ്സ്, പിന്നെ ക്ലച്ച്, അതേപോലെ തന്നെ മറ്റേ ബ്രേക്ക്, ആക്സിലറേറ്റർ, ഇൻഡിക്കേറ്റർ, ഇവ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പം അതേപോലെയാണ് ഈ സാധനമൊക്കെ ഇനി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കണ്ടേ. അപ്പം വണ്ടി ഓടിക്കാൻ വേണ്ടി ആക്സിലറേറ്ററും ബ്രേക്കും ക്ലച്ചും ഇതൊക്കെയാണ് ഇപ്പം നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് ധാരണ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേർഡ് ഗിയർ എന്താ, വണ്ടി എവിടെ പോയി കിടക്കും, അടുത്ത കുളത്തിൽ പോയി വീഴും അല്ലേ. ബ്രേക്ക് എവിടെയാ, അറിയില്ല. അപ്പോൾ നടുവിൽ ഇരിക്കുന്ന മറ്റേ വണ്ടി ഇടിച്ച് തകർത്തിട്ടായിരിക്കും നമ്മുടെ പ്രയാണം. സോ നമ്മുടെ ഈ സെഷനെ കാണേണ്ടത് മറ്റേ നിങ്ങളുടെ സൈക്കോളജി പോലെയോ ഫിലോസഫി പോലെയോ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളെ പോലെയല്ല കാണേണ്ടത്. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സാധനമാണ്. നമ്മൾ മെത്തഡോളജി പഠിക്കില്ലേ ബി എഡിന്, എന്നിട്ട് നമ്മളത് പ്രാക്ടീസ് ടീച്ചിങ്ങിന് പോകുമ്പോൾ ഉപയോഗപ്പെടുത്തില്ലേ. ഇൻ ദ സിമിലർ വേ യു ഹാവ് ടു ലേൺ ദിസ് തിങ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നോക്കി കണ്ടുകൊണ്ട് വേണം കാര്യങ്ങൾ പറയാൻ. അതായത് വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു വിഷ്വലൈസ്. ഞാൻ ഒരു റിസർച്ച് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം, ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയായിരിക്കും എനിക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഇതിൽ ഒരുപാട് സംശയങ്ങൾ വരിക. അപ്പം ഇത് ഈ ലിറ്ററേച്ചറും കൂടെ വായിച്ചു നോക്കുന്ന സമയത്ത് അതങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ. ഈ ലിമിറ്റേഷൻസും സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് തിയറിയാണ്. നമുക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാനുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഡിസൈൻ എന്താണ്, സാമ്പിൾ എന്താണ്, പോപ്പുലേഷൻ എന്താണ്, അപ്പോൾ അതിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള റിസർച്ച് മെത്തേഡ്സ്, ടൈപ്സ്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിനനുസൃതമായിട്ടുള്ള ഏത് തിരഞ്ഞെടുക്കണം, ഇത് മനസ്സിലാക്കുന്ന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ ചിന്തിച്ചാൽ മാത്രമേ ഇതിനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങളത് ചോദിക്കുകയും വേണം. ഇന്നിപ്പം നിങ്ങൾ ചോദിച്ച സുജി സെബാസ്റ്റ്യൻ ചോദിച്ച കാര്യങ്ങൾ, ദാറ്റ് വാസ് ഹെൽപ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ഫോർ യു ആൾസോ. ഓക്കെ, സോ പ്ലീസ് ഇനീഷ്യേറ്റ് യുവർ ഡിസ്കഷൻ. എന്താണ് വൈനിക ശ്രീകുമാരൻ, ആർ യു ദേർ? പലതും പിടികിട്ടണ്ട, അതോ ഞാൻ എന്തോ പറയണു നിങ്ങൾ എന്തോ കേൾക്കണോ, ആകെ ഒരു പൊക്കം പറയണം. ബട്ട് ഐ വാണ്ടഡ് ക്ലാരിറ്റി ടു യു വാട്ട് ഐ സ്പീക്ക് ഓർ വാട്ട് ഐ എക്സ്പ്ലെയിൻ. കിട്ടുന്നുണ്ടോ? ഇന്നെന്താ കിട്ടി? എന്നാ പറഞ്ഞോളൂ. അതായത് സാധാരണ സ്കൂളുകളിലെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ചോദ്യമുണ്ട്, മനസ്സിലായോ? അപ്പോൾ കുട്ടികൾ ഓ എല്ലാം മനസ്സിലായേ എന്ന് പറഞ്ഞിട്ട് തലയാട്ടും. അതെന്താ തലയാട്ടൻ്റെ അർത്ഥം? ടീച്ചർമാർ ഒരിക്കലും ചോദിക്കാറില്ല എന്ത് മനസ്സിലായോ, ഓ മനസ്സിലായി, അവിടെ അവസാനിച്ചു. എന്ത് മനസ്സിലായി എന്ന് ചോദിക്കാറില്ല. അതാണ് നമ്മുടെ ഗ്രേറ്റ്നെസ് ഓഫ് ദ ടീച്ചർ കൾച്ചർ ഇൻ ഇന്ത്യ. ഒരിക്കലും സംശയം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി എന്ന് ചോദിക്കാൻ നമുക്ക് ഒരു ഭയങ്കര വൈകി. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞു, ബട്ട് എന്താണ് മനസ്സിലായത്? ജസ്റ്റ് കിട്ടിയ ഇത്രയും സമയത്തിനുള്ളിൽ കിട്ടിയ സാധനങ്ങളൊന്ന് വൈനിക ഒന്ന് പങ്കുവയ്ക്കും. ഒരു കാര്യം ചെയ്യും, നമുക്ക് വേറെ രീതി പരിശോധിക്കാം. വൈനിക ഇപ്പോൾ ഒരു റിസർച്ച് നടത്തണമല്ലോ, ഡിസർട്ടേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ ഒരു റിസർച്ച് ടോപ്പിക് എന്താ മനസ്സിലുള്ളത്? ഞാൻ ഒന്നാമത്തേൽ ആദ്യം ബസ്സിലായിരുന്നു. അപ്പം എനിക്ക് 6:30 വീട്ടിലെത്തുമ്പോൾ തന്നെ
ആയിക്കോട്ടെ. അപ്പൊ പിന്നെ ഇപ്പൊ നമുക്ക് വൈനികനെ വെറുതെ വിടാം. സുജി നേരത്തെ ഉണ്ട്. സുജി അല്ല, സുജി ടോപ്പിക് ഞാൻ നമ്മളിപ്പോ പറയട്ടെ. എനിക്കൊരു ടോപ്പിക് എന്റെ കയ്യിലുണ്ട്. അല്ല, ടോപ്പിക്ക് റിസർച്ച് കയ്യിലുണ്ടോ? ടോപ്പിക് ഞാൻ അങ്ങനെയല്ല, മനസ്സിലുണ്ട്, കയ്യിലില്ല, മനസ്സിലുണ്ട്. ആ ഞാൻ ആ +2 ഓക്കെ. പഠിപ്പിക്കുന്ന സ്ഥലം തന്നെ ആ അവിടുത്തെ ഒരു കുട്ടികളുടെ പ്രശ്നമാണ് ഞാൻ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കാറ്. ആ അതൊക്കെ വിചാരിച്ചാണ് എന്താണ് ഈ കോഴ്സ് ചേർന്നത്. എന്താണ് പ്രശ്നം? പറയൂ, പ്രോബ്ലം പറയൂ. ഒന്നാമത് ഒരു അഡൽട്ട് സ്റ്റേജിലുള്ള കുട്ടികളുടെ ഒരു 17 വയസ്സിലെ കുട്ടീൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ എങ്ങനെ ചെയ്യാം, എങ്ങനെ അതാണ് എന്റെ മെയിൻ എങ്ങനെ ആയിട്ടുള്ള അഡൽട്ട് 17 ഏജിലുള്ള വയസ്സിലുള്ള 18 കുട്ടീനെ ഏ 17 വയസ്സുള്ള കുട്ടികളെ നമ്മൾ അല്ല, എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, വൈനിക പറഞ്ഞത് അതാണ് എന്റെ. അഡൽട്ട് ആയിട്ടുള്ള 16 17 വയസ്സുള്ള കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ആ ആ അതിൽ ഒന്നാമത്തെ അതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് 16 17 വയസ്സുള്ള കുട്ടികൾ അഡൽട്ട് അല്ല, അതല്ല, അല്ല, അല്ല, ടീനേജേഴ്സ്. ഓക്കെ. ടീനേജേഴ്സിലെ. അപ്പൊ അത് മനസ്സിലാക്കി. ഇനി ഇവിടെ എന്താ പ്രോബ്ലം? പ്രോബ്ലം എന്ന് വെച്ചാൽ അവരുടെ സ്കൂളിൽ കുറെ ഇഷ്യൂസ് നമ്മൾ ഡെയിലി കാണുന്നുണ്ടല്ലോ. ഇഷ്യൂസ് കുറെ ഇഷ്യൂസ് ഉണ്ട്. വി ആർ ഫോക്കസിങ് വൺ ഇഷ്യൂ. എന്ത് ഇഷ്യൂ ആണ്, എന്ത് പ്രോബ്ലം? നമ്മുടെ ഈ റിസർച്ച് നടത്തുന്നത് ഒരു പ്രശ്ന പരിഹാരത്തിന് അല്ലെങ്കിൽ നിലനിൽക്കുന്ന സംഗതികളെ കുറിച്ച് മനസ്സിലാക്കുന്ന. ഇപ്പോൾ വൈനിക പറയുന്നത് വെച്ച് നോക്കുമ്പം ടീനേജേഴ്സ് അനുഭവിക്കുന്ന ക്ലാസ് റൂമിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്കൂളിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളോ ഏത് പ്രശ്നമാണെന്ന് സ്പെസിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. മെയിനായിട്ട് ക്ലാസ് റൂമിലും സാമൂഹിക രണ്ടുമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നാമത്തേല് പണ്ടത്തെ പോലെ ഒരു സമൂഹത്തിനോടൊന്നും ഒരു ഇതുമില്ല, ഒരു സമൂഹമായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ല. ഒന്നാമത് അവരെല്ലാം മെയിൻ സോഷ്യൽ മീഡിയ ആണ്. ഇപ്പൊ ഒരു കൊറോണ വന്നതിന് ശേഷം എല്ലാവർക്കും സോഷ്യൽ മീഡിയക്ക് അഡിക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും അധിക കുട്ടികളും ഹീറോ എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള പല ആൾക്കാരുമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ടൈമിൽ ഇറങ്ങുന്ന ഫിലിംസ് ആണെങ്കിലും എല്ലാം ഞാനധികം ഇപ്പോഴത്തെ ഫിലിംസ് കാണാറില്ല. പക്ഷെ കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഇവര് പണ്ടത്തെ അത്രയും ഒരു നല്ല മോറൽ വാല്യൂസ് ഒന്നും അധികം സിനിമത്തിൽ ഉണ്ടാവുന്നില്ല. ഇപ്പൊ വൈനിക സംസാരിക്കുന്ന പ്രോബ്ലം ഏരിയയിൽ നിന്നുകൊണ്ടാണ്. അതായത് ഇപ്പോ നമ്മുടെ ഇവരുടെ ടീനേജേഴ്സിന് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല. അപ്പൊ നമുക്ക് റിസർച്ചിന്റെ അത് സയന്റിഫിക് ആണ്. സയന്റിഫിക് ആവുന്ന സമയത്ത് അതിൽ ഓരോ വാക്കും കീവേഡ്സ്, ആ കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ അർത്ഥം ഉണ്ടാകണം. അപ്പൊ ഇവിടെ പ്രോബ്ലം ഏരിയ വൈനിക പറഞ്ഞു. അതിൽ ഏതാണ് പ്രോബ്ലം? ഐഡന്റിഫൈ ചെയ്യൂ. നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണ്ടേ? അവർക്ക് ഒരു സോഷ്യലി കമ്മിറ്റ്മെന്റ് ഇല്ല. അങ്ങനെ ആരും ആയിട്ടും പാരന്റ്സ് ആയിട്ടും ഇല്ല, ടീച്ചേഴ്സ് ആയിട്ടില്ല. lack of social commitment among the teenagers in the schools. അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ടീനേജേഴ്സ് വേണ്ട. ലാക്ക് ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്. കുറച്ചാളുടെ കാര്യമാണ് പറഞ്ഞത്, എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു മെജോറിറ്റി അങ്ങനെ ഉണ്ട്. അപ്പൊ യുവർ ക്വസ്റ്റ്യൻ ഈസ് ദിസ്: വൈ there is a lack of social commitment among some students, right? അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടോളൂ. lack of social commitment among the students of class അല്ലെങ്കിൽ ഹൈ സ്കൂൾ സ്റ്റുഡൻസ്. lack of social commitment അല്ലെങ്കിൽ declension of social commitment among high school students എന്നുള്ള പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ക്ലിയർ വൈനിക? ഓക്കെ. ഇപ്പൊ എല്ലാവരും ഇത് ശ്രദ്ധിച്ചല്ലോ. നമ്മൾ പ്രോബ്ലം ഏരിയ കണ്ടു, അതിൽ നിന്ന് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. ഡിക്ലൻഷൻ ഓഫ് ഓർ ഡിറ്റീരിയറേഷൻ ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എമംഗ് ഹൈ സ്കൂൾ സ്റ്റുഡൻസ്. ഇതൊന്നും എടുക്കല്ലേ കേട്ടോ, റിസർച്ചൊക്കെ എടുക്കല്ലേ, അതിൽക്കൊക്കെ പിന്നെ വരാം നമുക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഈ ഒരു റിസർച്ച് നമ്മൾ എടുത്തു. ഇനി ബാക്കിയുള്ളവരോട് എൻ്റെ ചോദ്യം, ഇതിന് ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആയിരിക്കും നല്ലത്? ഇപ്പം നിങ്ങൾ ഇതുവരെ കേട്ടത് വെച്ചുകൊണ്ട് ഏത് ടൈപ്പ് റിസർച്ച് ആയിരിക്കും നല്ലത്? സുജി.
സുജി ടീച്ചർ പറയാമോ? യെസ് സർ. ആ, ഈ ഇപ്പൊ വൈനിക പറഞ്ഞ ഈ ഒരു റിസർച്ച് ടോപ്പിക് ഏതാന്ന് കേട്ടല്ലോ. കേട്ടു സർ. അതിന് ഏത് ടൈപ്പ് റിസർച്ച് ആയിരിക്കും നല്ലത്? എനിക്ക് തോന്നുന്ന ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ് ആയിരിക്കും നല്ലത്. ഓക്കെ, ഷെൽമി, ഇതിൽ ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് വരിക? കോറിലേഷൻ ആണെങ്കിലും നന്നാകുമ്പോ കോറിലേഷണൽ റിസർച്ച് ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ടോപ്പിക് പറഞ്ഞിരിക്കുന്നത് ഡിറ്റീരിയറേഷൻ ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എമംഗ് ഹൈസ്കൂൾ സ്റ്റുഡൻസ്, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോറിലേഷൻ ആവാൻ പറ്റുമോ? റഹ്മത്ത് അബ്ദുള്ള പറയാമോ? ഏതായിരിക്കും? എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാട്ടോ ഇതിനകത്ത്. ഇപ്പൊ ഈ പറഞ്ഞതിൽ ഏത് റിസർച്ച് മെത്തേഡ് ആയിരിക്കും നല്ലത്? ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന് ഷെൽമി പറഞ്ഞു. അതിൽ തന്നെ ഏത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമ്മൾ കുറെ കണ്ടുല്ലോ, അതിൽ ഏതായിരിക്കും ഉചിതം? മുഹമ്മദ് മാഷേ? സാറേ, എൻ്റെ അഭിപ്രായത്തിൽ ക്രോസ് സെക്ഷണൽ സർവേ ആണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഒരു ക്ലാസ്സിലെ കുട്ടികളെ എടുത്തിട്ട് ഒരു പ്രത്യേക പീരീഡിൽ മാത്രം നമ്മൾ പിന്നെ അവരുടെ പിന്നെ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത്, അതായത് പറയാൻ പറ്റുക, ഇത് ഇന്നത് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, സർവേ സ്റ്റഡി ആകുമായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലേ? എന്താ ജിലു ടീച്ചർ പറയണേ? നമ്മുടെ എലിസബത്ത് ടീച്ചർ വന്നില്ലേ? ഇല്ല. ഓക്കെ, ജിലു ടീച്ചർ പറയൂ. സർവേ റിസർച്ച് മതി എന്ന് പറയുന്നു. ആ സർവേ റിസർച്ച് മതിയോ? അതേപ്പം സാറ് പറഞ്ഞു ക്രോസ് സെക്ഷണൽ സർവേ റിസർച്ച് ഒക്കെ എന്ന് പറഞ്ഞു. റിസർച്ച് ആണ് ചൂസ് ചെയ്യുന്നത്. സർവേ സർവേ എങ്ങനത്തെ സർവേ? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസ് കണ്ടു. എന്താണ് തംജീദ് വല്ലതും കേട്ടായിരുന്നോ? വല്ലതും പറയാൻ പറ്റുമോ? റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ ഈ ചോദ്യത്തിന്? ഉത്തരമല്ല, ഇറ്റ് ഈസ് വി ആർ ഗോയിങ് ടു ഹെൽപ്പ് വൈനിക. സാറേ, ഇതില് നമുക്ക് വേണമെങ്കിൽ സാമ്പിൾ സർവേ പിന്നെ റെക്കമെൻഡ് ചെയ്യാവുന്നതുള്ളൂ. സിമ്പിൾ സാമ്പിൾ സർവേ മതിയാവും അല്ലേ? വൈ? ഒന്നെന്താ വെച്ചാൽ നമുക്ക് എന്തായാലും പിന്നെ ഒരു സെൻസസ് സർവേ നടക്കില്ലല്ലോ. അപ്പൊ എന്തായാലും പിന്നെ കുറച്ച് ആൾക്കാരെ മാത്രം എടുത്തിട്ട് നമ്മൾ ഈ പ്രോബ്ലം പഠിക്കുകയും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് സാമ്പിൾ സർവേന്റെ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ നിങ്ങൾക്ക് ഈ അഭിപ്രായത്തോട് യോജിപ്പ്? ജിലു ടീച്ചർ ഒന്ന് പറയാമോ? എന്തായിരിക്കും മുഹമ്മദ് സാറ് ഈ സിമ്പിൾ സാമ്പിൾ സർവേ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെരി ഗുഡ് എന്ന് പറഞ്ഞു. ഈ ടോപ്പിക്കും ഈ പറഞ്ഞ റിസർച്ച് മെത്തേഡ് മതിയാവുമോ? ആർ യു ദേർ? സാറേ, കാരണം ദാറ്റ് ഈസ് ഓഫ് റെഡ്യൂസ്ഡ് കോസ്റ്റ്, ഗ്രേറ്റർ സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ് സാമ്പിൾ സർവേ ചെയ്താൽ. വേറെ എന്തെങ്കിലും ജെന്യുവിനായിട്ട് നമുക്ക് ആ റിസർച്ചിന്റെ ആ ഒരു എന്താ പറയുക ഭയങ്കര സംഭവമാണെന്നുള്ളതിന് മാറിയിട്ട് നമ്മൾ സാധാരണ മനുഷ്യനായിട്ട് നിന്ന് ഒരു നിരീക്ഷണം നടത്തിയിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സർവേയിൽ നിന്ന് നമുക്ക് കുട്ടികളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ല ടോപ്പിക്ക് നമ്മളെപ്പോഴും പ്രിസൈസ്ഡ് ആയിരിക്കുന്ന റിസർച്ചിനകത്ത് നമ്മളൊരു ടോപ്പിക് ആറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്ക് നമ്മളവിടെ ഉപയോഗിച്ചിട്ടില്ല. ആറ്റിറ്റ്യൂഡ് എന്നൊരു വാക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ സംഭവം മുഴുവൻ മാറി അല്ലേ? സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ കുട്ടികളുടെ ആ ഒരു രീതിയെ നമുക്ക് സർവേയിൽ നിന്നും മനസ്സിലാക്കാൻ. സോഷ്യൽ കമ്മിറ്റ്മെന്റ്
അതായത് ഡിറ്റീരിയറേഷൻ ഓഫ് ദ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എമംഗ് ഹൈസ്കൂൾ സ്റ്റുഡൻസ്. ഇതാണ് നമ്മുടെ ടോപ്പിക്. അപ്പം ഡിറ്റീരിയറേഷൻ എന്താ നമ്മൾ പഠിക്കുന്നത്? ഡിറ്റീരിയറേഷൻ ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് അല്ലേ? വേറെ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ഇതെന്താണ്? ഇതൊരു ഫിനോമിനയാണ്, അല്ലെങ്കിൽ ഒരു ഫാക്റ്റാണ്, ഒരു വസ്തുതയാണ്, ഒരു നേച്ചറാണ്. അപ്പം അതിന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ മെത്തേഡിൽ നമുക്കൊരു സിമ്പിൾ സാമ്പിൾ സർവേ നടത്തിയാൽ മതി. ക്ലിയർ? അപ്പം യു ആർ ഫൈൻ ടു സെലക്ട് സച്ച് എ റിസർച്ച് മെത്തഡോളജി. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും എങ്ങനെ ഒരു ടോപ്പിക് റിസർച്ച് അതിൻ്റെ മെത്തേഡ് എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ടോപ്പിക് അല്ലെങ്കിൽ പ്രോബ്ലത്തിന് ബേസ് ചെയ്തിട്ടാണ് എന്ത് വരിക? മെത്തേഡ് നമ്മൾ തീരുമാനിക്കുക. റൈറ്റ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമുക്ക് തിരുവനന്തപുരത്തേക്ക് നമുക്ക് വന്ദേ ഭാരതിന് പോകാം, മറ്റേ ബസ്സിന് പോവാം, കാറിന് പോകാം, ഫ്ലൈറ്റിന് പോവാം, ഹെലികോപ്റ്ററിന് പോവാം, അങ്ങനെ പലതരത്തിൽ പോവാം. So that it depends upon the requirement അല്ലെങ്കിൽ പ്രോബ്ലം. ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞോളൂ മുഹമ്മദ് മാഷ് പറഞ്ഞോളൂ. അതെ, പിന്നെ ഈ വയനാട് ടീച്ചറൊക്കെ പേഴ്സണലായിട്ട് അറിയുന്നത് കൊണ്ട് പറയണേ, ഈ പിന്നെ ടീച്ചർ ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, ഞാൻ പിന്നെ സാറോട് സംശയം കൂടി ചോദിക്കാണ്. ടീച്ചർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്താ വെച്ചാല് ഇതിന്റെ റെമഡിയാണ്, അതായത് പിന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ടീച്ചറുടെ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ശരിക്ക് അങ്ങനെ ഒരു ആക്ഷൻ റിസർച്ചിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയും? ആക്ഷൻ റിസർച്ചിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രോസസ്സും പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ആക്ഷൻ റിസർച്ച്. ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് ഡിറ്റീരിയറേഷൻ ഓഫ് ദ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. അപ്പൊ അത് നമ്മൾ ആ ഫിനോമിനയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്താണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമ്മൾ പറയണം, അതിന്റെ വാട്ട് ആർ ദ കോസസ് ദാറ്റ് ആർ ഒബ്സർവ്ഡ് ഇൻ ദ ഡിറ്റീരിയറേഷൻ ഓഫ് ദ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഇതാണ് നമ്മളവിടെ പഠിക്കുക അല്ലേ? അപ്പം ആ കോസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുട്ടികളോട്, അതുപോലെ ടീച്ചേഴ്സിനോട്, അതുപോലെ പേരൻസിനോട് ഇവിടെയൊക്കെ നമുക്ക് ഒരു 3 സർവേ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാം. ടൂളുകൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുള്ളൂ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞുള്ളൂ. ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ അവരിൽ നിന്ന് സമാഹരിക്കുന്നു. ആ സമാഹരിക്കുന്ന ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഫൈൻഡിങ്സിലെത്തുന്നു. ആ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഓക്കെ. ഒരു സംശയം ചോദിക്കട്ടെ സാറേ? ഓ, ചോദിക്കണം. പിന്നെ ധൈര്യമായിട്ട് ചോദിക്കും. ഇന്നലെ പറഞ്ഞിരുന്നു നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ. അപ്പൊ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്? അല്ല, നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. ഒരു റിസർച്ച് ടൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ സാമ്പിൾ എടുക്കുക. ഇപ്പം നമ്മളൊരു 100 പേരുടെ അടുത്ത് നമ്മൾ സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈലറ്റ് സ്റ്റഡി നടത്തുന്ന സമയത്ത് ഒരു 15ഓ 20ഓ സാമ്പിളുകൾ എടുക്കുക. പൈലറ്റ് സ്റ്റഡി. ആ പൈലറ്റ് സ്റ്റഡി എടുക്കുമ്പോൾ അവർക്കാണ് നമ്മൾ ടൂള് കൊടുക്കുക. ആ ടൂള് വെച്ചിട്ട് അവർ മേൽ നിന്ന് നമ്മൾക്ക് തന്നിരിക്കുന്ന റെസ്പോൺസസ് നമ്മൾ ടാബുലേറ്റ് ചെയ്തിട്ട് അതിന് ഐറ്റം ഡിസ്ക്രിമിനേഷൻ, അത് നമ്മൾ പഠിക്കും, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കിട്ടിയതിന് അനുസരിച്ചിട്ട് അതിൻ്റെ പവർ എത്രത്തോളം ഉണ്ട് നോക്കാം. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കലാണ്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്ന, ഇപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ 20 ആൾക്കാർക്ക് കൊടുത്തു. അതിൽ കൃത്യമായിട്ട് എത്ര ചോദ്യത്തിന് ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട്
ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഐറ്റം ഡിസ്ക്രിമിനേഷൻ നടത്തിയിട്ട് ആ ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ അപ്പോൾ ഈ 50 എന്നുള്ള ചിലപ്പോൾ 24 26 അല്ലെങ്കിൽ 31 ആയിട്ട് ചുരുങ്ങും. ആ 31 ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് നമ്മുടെ ഫൈനൽ ടൂളിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. അവിടെയാണ് ഇതിനെയാണ് ഈ പ്രോസസ്സിനെ നമ്മൾ വാലിഡേഷൻ എന്ന് പറയുന്നത്. മുഹമ്മദ് മാഷ്ക്ക് മനസ്സിലായോ? ഓക്കെ ഓക്കെ ആ ശരി. അപ്പം നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻ്റർവ്യൂ ആക്കി മാറ്റാം. സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം, ക്വസ്റ്റ്യനെയർ വെക്കാം. അതുതന്നെ പലതരത്തിലുള്ള ടൂളുകൾ ഉണ്ടാകും, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ ഒരു ഫിനോമിനയെ അതിൻ്റെ അതേ അവസ്ഥയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. അത് സർവേ ആകാം. ഇനി കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതേ ടോപ്പിക്കിൽ തന്നെ നമുക്ക് കോറിലേഷൻ ആക്കിയിട്ട് മാറ്റാം. എങ്ങനെ കോറിലേഷൻ സ്റ്റഡി ആയിട്ട് മാറും? അതായത് ഡിറ്റീരിയറേഷൻ ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എമംഗ് ഹൈസ്കൂൾ സ്റ്റുഡൻസ് എന്നുള്ളത് ഒരു ഫിനോമിന, സ്റ്റാറ്റിക് ആയിട്ട് നിലനിൽക്കുന്ന ഫിനോമിന. അത് നമ്മൾ എന്താണെന്ന് പഠിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് മാറിയത്, കോറിലേഷൻ സ്റ്റഡിയാക്കി മാറ്റിയ. അപ്പം എന്ത് വരും, എന്ത് കൊണ്ടുവരാം? അതൊന്ന് അത് ടൈറ്റിൽ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. കോറിലേഷൻ സ്റ്റഡി ആക്കിയിട്ട് മാറ്റുമ്പോൾ ഒരു റിലേഷൻ കൊണ്ടുവരണം. എന്ത് റിലേഷൻ കൊണ്ടുവരും? ഡിറ്റീരിയറേഷൻ ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെന്റിന് എന്ത് കാരണങ്ങളാകാം? അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. The relationship between the social background and deterioration of social commitment. Deterioration വേണ്ടാന്ന് നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വെക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്തായി? കോറിലേഷൻ സ്റ്റഡി ആയോ? കോറിലേഷൻ സ്റ്റഡി ആയോ? ആയി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പരിശോധിക്കാം. ഇപ്പം വൈനിക ഒരു വാക്ക് അതിനകത്ത് ഉപയോഗിച്ച് ആറ്റിറ്റ്യൂഡ്. അപ്പം ഞാൻ പറഞ്ഞു എഴുന്നള്ളിക്കല്ലേ നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പം ആറ്റിറ്റ്യൂഡ് ഓഫ് ഹൈസ്കൂൾ സ്റ്റുഡൻസ് ടുവേർഡ്സ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഓഫ് ഹൈസ്കൂൾ സ്റ്റുഡൻസ്. കോറിലേഷൻ അവിടെ ആറ്റിറ്റ്യൂഡും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്നല്ലേ പരിശോധിക്കുന്നത് കോറിലേഷൻ സ്റ്റഡി ആയിട്ട്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ജെനുവിനായിട്ടുള്ള പ്രോബ്ലം ഏരിയ കണ്ടെത്തുക. ആ പ്രോബ്ലം ഏരിയയിൽ നിന്ന് കൃത്യമായ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ സ്റ്റേറ്റ് ചെയ്യുക. അത് സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം റിസർച്ച് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ, അതായത് റിലവൻറ്റ് റിസർച്ച് മെത്തേഡ്. ഓക്കെ. So I think we shall conclude today. You find time. നിങ്ങൾ വായിക്കണമില്ല, ഞാൻ പറയണത് ഇങ്ങനെ കേൾക്കണമുണ്ട്. സംശയങ്ങൾ, വേറെ ഏതെങ്കിലും സംശയങ്ങൾ ചോദിക്കണമെന്ന് പറയുമ്പോൾ ആരും ചോദിക്കണമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല കേട്ടോ. ഓക്കെ. നിങ്ങൾ ഒന്നുകിൽ മെയിൽ ചെയ്യൂ, അല്ലാന്നുണ്ടെങ്കിൽ കം വിത്ത് ഡൗട്ട്സ്. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ മനസ്സിലൊരു പ്രോബ്ലം ചിന്തിക്കുക, അതിൻ്റെ ഏത് റിസർച്ച് ഡിസൈൻ വേണം, അതിനെങ്ങനെ സാമ്പിൾ വേണം, അതിനെങ്ങനെ മറ്റേ ടൂൾസ് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിൽ ധാരണ ഉണ്ടാക്കിയിട്ട് ആ ചോദ്യങ്ങളുമായിട്ട് മനസ്സിൽ ആ ചോദ്യങ്ങളും വെച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ. വൈനിക ഒന്ന് പറഞ്ഞോളൂ. വൈനിക പറയൂ. നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ടോപ്പിക് എടുക്കണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താ പറഞ്ഞേ? എങ്ങനെ എടുക്കണ്ട? ഞാൻ എനിക്ക് പെട്ടെന്ന് സാർ ചോദിച്ചപ്പോ ടോപ്പിക് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അല്ലല്ല ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് ആ ഒരു 16-17 ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോ നമ്മള് സർവേയിലേക്ക് അല്ല പോകേണ്ടത്, നമ്മള് കോറിലേഷൻ സ്റ്റഡി. ആറ്റിറ്റ്യൂഡിലെ വാക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലേ? ഇല്ലെങ്കിൽ പോട്ടെ, ഞാൻ കേട്ടത് വേറെ ഏതൊരു ടീച്ചർ പറഞ്ഞതാണ് ചോദിച്ചപ്പോ.
ആ ശരി, ആരോ ഒരാൾ പറഞ്ഞു, ഞാൻ കേട്ടു, ഞാനത് ഞാൻ പെട്ടെന്ന് വെച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കിട്ടിയില്ല. ഞാനങ്ങനെ ബേജാറാവണ്ട, പറഞ്ഞതാ. അതിനെ കുറിച്ചൊന്നും ബേജാറാവണ്ട. അപ്പൊ അപ്പൊ ടോപ്പിക്കിനെ ഇങ്ങനത്തെ കുറിച്ച് ടോപ്പിക് ഒന്നും ചിന്തിക്കും. എടുക്കാൻ പാടില്ല എന്നുണ്ടോ? അതാ ഏ ചോദിച്ചത്. ഏതാ? അപ്പൊ ഇതുപോലത്തെ ടോപ്പിക്ക് നമ്മള് എടുക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെയല്ല, കുട്ടിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ആ, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ട് യു ഫീൽ. ഓക്കെ, ഓക്കെ. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഒരു കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ജെനുവിൻ ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. ആ ജെനുവിൻ ആയിട്ടുള്ള പ്രശ്നത്തെ നമ്മൾ പ്രോബ്ലം ഏരിയ, ആ പ്രോബ്ലം ഏരിയയിൽ ആ ജെനുവിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, ഐഡന്റിഫൈ ദ പ്രോബ്ലം. ഓക്കെ, അതാണ് അതിന്റെ മെത്തേഡ്. ഓക്കെ ഓക്കെ സർ. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം കുട്ടികള് ഫോൺ അഡിക്റ്റ് ഉണ്ടാകുന്നത്, അത് വേണമെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ട് എടുത്തൂടെ? എങ്ങനെയാണ്? ഇപ്പൊ ആഫ്റ്റർ കൊറോണ കുട്ടികളെല്ലാം മാക്സിമം കുട്ടികളും ഫോൺ അഡിക്റ്റ് ആണ്, അതൊരു പ്രോബ്ലം ആയിട്ട് എടുത്തൂടെ വേണമെങ്കിൽ? എടുക്കാമല്ലോ, തീർച്ചയായിട്ടും എടുക്കാം. അപ്പൊ അത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോബ്ലം ഏരിയ ആണ്. ഫോൺ അഡിക്ഷൻ ഓഫ് സ്കൂൾ സ്റ്റുഡൻസ് ആഫ്റ്റർ ദ കോവിഡ് പീരീഡ് പ്രോബ്ലം ഏരിയ. ഇനി അതിന് എന്ത് വേണം? ഇവിടെ നമ്മൾ കീ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് സ്റ്റേറ്റ് ചെയ്യാം. അതാണ് അടുത്ത ഘട്ടം. ഇപ്പൊ വൈനിക ടീച്ചർ പ്രോബ്ലം ഏരിയ ഇപ്പൊ പറഞ്ഞു. ഇനി അതിന്റെ കീ ഏരിയ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയാം. കൂടി ഫോളോ? അപ്പൊ അതെന്താവുന്നൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൺസ്ട്രക്ട് ചെയ്തിട്ട് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കത്. ഈ ഒരു വൈനിക ടീച്ചർ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു പ്രോബ്ലം ഏരിയയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ റിസർച്ചിന്റെ ഐഡിയ ഒക്കെ വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്തിട്ട് നാളെ വരും. അതുപോലെ ബാക്കിയുള്ളവരും ഒക്കെ നിങ്ങളൊരു പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ തിയറി അങ്ങ് മനസ്സിലാവും. അല്ലാതെ ഞാനിങ്ങനെ വെറുതെ തിയറി ഇങ്ങനെ പറയും, നിങ്ങളത് കേട്ടിരിക്കും, അത് കാര്യമില്ല. ഓക്കെ ഓക്കെ, then today now we shall conclude. We'll meet tomorrow. Okay Okay, sir. Thank you. okay, thank you. Bye, good night. താങ്ക് യു. Yes, sir.